ഹൈ ഓൾ ദ റിയൽ സിവിൽ എഞ്ചിനീയറിംഗ് ടീമിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ വളരെ സ്പീഡായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മളൊരു സ്മാർട്ടിലൂടെ ഒരു ബിൽഡിംഗ് പെർമിഷന് വേണ്ട ഒരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുകയാണ്. നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ തന്നെ അതിൽ വേണ്ട എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് അതിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾ ആദ്യത്തെ പേജിൽ പ്ലാന്, അതുപോലെ തന്നെ എലിവേഷൻ സെക്ഷൻ, രണ്ടാമത്തെ പേജിൽ സർവീസ് ഡ്രോയിങ്, മൂന്നാമത്തെ പേജിൽ സെപ്റ്റി ടാങ്ക് RWC അതിന്റെ ഡീറ്റെയിൽസും, നാലാമത്തെ ഡ്രോയിങ്ങിൽ നമുക്ക് അതിന്റെ കീ പ്ലാൻ, അതുപോലെ സൈറ്റ് പ്ലാൻ, അത്തരം കാര്യങ്ങളാണ് ഒഴിക്കുന്നത്. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓൾറെഡി സ്മാർട്ട് തന്നിട്ടുള്ള നമ്മുടെ 18 സ്റ്റെപ്പിലൂടെ നമ്മൾ മുന്നോട്ട് പോവാണ്. നമ്മുടെ ലെയറുകളൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് മെർജ് ചെയ്യുന്ന സിസ്റ്റമാണ് ചെയ്യുന്നത്. ഇതിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിതിനെ ഒരുപാട് ലെയറുകൾ നമുക്ക് അനാവശ്യമായിട്ടുണ്ടായിരിക്കും. ഈ ലെയറുകൾ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമുക്കൊരു പുതിയൊരു ലെയർ ഉണ്ടാക്കാൻ ശ്രമിക്കാം നിങ്ങൾ. ഓക്കെ, ഇപ്പൊ ലെയർ സിസ്റ്റം എൻ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെയറിന്റെ ടാബ് ഓപ്പൺ ആയി വരും. ഞാൻ കമാൻഡ്സ് പഠിപ്പിക്കുന്നത് അതായിരിക്കും കുറച്ചുകൂടി പല വേർഷൻസ് ആയതുകൊണ്ട്, ഓട്ടോകാർഡിലായതുകൊണ്ടാണ് കമാൻഡിലൂടെ നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. ഇതിൽ ന്യൂ ലെയർ എടുത്തിട്ട് ഒരു സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലെയർ ഉണ്ടാക്കിയിടുക. ഓക്കെ, സോ ഒരു സാധാ ലെയർ. അപ്പോൾ ഈ ലെയർ ഉണ്ടാക്കിയെടുത്ത എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ കംപ്ലീറ്റ് ഡ്രോയിങ് നമ്മൾ ഈ ലെയറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ലെയറിലേക്ക് നമ്മൾ മാറ്റിയിട്ടതിന് ശേഷം ബാക്കിയുള്ള ലെയറുകൾക്ക് നമുക്ക് എടുത്ത് കളയാം. നമുക്ക് ഇതിൽ പറയുന്നുണ്ട് അനാവശ്യമായിട്ട് മറ്റു ലെയറുകളൊന്നും നമുക്ക് വേണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ലെയറുകൾ സ്മാർട്ട് എന്ന ലെയറിലേക്ക് കൊണ്ടുപോയി ദെൻ നമുക്ക് അനാവശ്യമായിട്ടുള്ള എല്ലാ ലെയറുകളും നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ലേഡൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കളയാം. ലേഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയറുകൾ ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇല്ല, നമുക്ക് കുറച്ച് ലെയറുകൾ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഓരോന്നും പിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്ത് ഇങ്ങനെ നമുക്ക് കീബോർഡിൽ ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് ലെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ നമ്മൾ സ്മാർട്ട് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡ്രോയിങ്ങുകൾ സ്മാർട്ട് എന്ന ലെയറിലേക്ക് നമ്മൾ മാറ്റിയിടുക. ഓക്കെ, സ്മാർട്ട് എന്ന ലെയറിലാണ് ഇപ്പോൾ കംപ്ലീറ്റ് ഡ്രോയിങ് എടുക്കുന്നത്. അനാവശ്യമായ ലെയറുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അത് നമ്മൾ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്നും തന്നെ 0 എന്ന് പറഞ്ഞ ലെയറിൽ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വേറെ ലെയറുകളിലൊന്നും ഉറപ്പ് വരുത്തുക. നമുക്ക് ഈ ബൾബിന്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. ടേൺ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ്ങിൽ വേറെ മാറ്റമൊന്നും വന്നിട്ടില്ല. 0 ലെയറിലൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സ്മാർട്ടിന്റെ ലെയർ എടുത്തിട്ട് ബൾബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡ്രോയിങ് പോയിട്ടുണ്ട്. അതിനർത്ഥം എല്ലാതും സ്മാർട്ടിന്റെ ലെയറിൽ തന്നെയാണ് കിടക്കണതെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്മാർട്ട് ലെയറിലാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ അവർ പറയുന്നത് ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഫോളോ അപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഡയമെൻഷൻ ലൈനും കിടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഈ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് കോപ്പി ചെയ്ത് വെക്കാം. ദെൻ അത് എഡിറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് നോക്കുക, ചെക്ക് ചെയ്ത് നമുക്ക് അറിയാം. ടെക്സ്റ്റിൽ പറയുന്നത് സർവേ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, റവന്യൂ വാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ഫോം ഫില്ലിപ്പ് ചെയ്യേണ്ട അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഫില്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. വില്ലേജ്, ദേശം, ഇതൊക്കെ നമ്മുടെ ആധാരത്തിൽ ഡോക്യുമെന്റിലുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാനുവലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ വെരിഫൈ ചെയ്ത് കൊടുക്കുക. പ്ലോട്ട് ഏരിയ, നമ്മുടെ സ്ഥലത്തിന്റെ ഏരിയ, അത് പൊസഷനിൽ ഉണ്ടായിരിക്കും. അത് തന്നെ കൃത്യമായിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ചിലർ ഓട്ടോകാർഡിൽ കിട്ടിയ ഏരിയ വെച്ച് കൊടുക്കും. അതല്ല, നമ്മൾ എത്രയാണ് ഡോക്യുമെന്റിൽ കൃത്യമായിട്ടുള്ള ഏരിയ അത് തന്നെ അവിടെ കൊടുക്കണം. ഓക്കെ, ഡെപ്ത് ഓഫ് കട്ടിങ്, ഒരുപാട് ഡെപ്ത് ഓഫ് കട്ടിങ് ഉണ്ടെങ്കിൽ നമ്മളത് യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. നമുക്ക് മിക്കവാറും നോ ആയിരിക്കും വരിക വീടൊക്കെ ആണെങ്കിൽ. മണ്ണ് ഒരുപാട് കട്ട് ചെയ്തെടുക്കുന്ന വർക്കുകളൊന്നും അല്ലെങ്കിൽ കേട്ടോ. ഓക്കെ, ബേസ്മെന്റ് ഫ്ലോർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് യെസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരും. CRZ കോസ്റ്റൽ റെഗുലേഷൻ സോൺ, നമുക്ക് ബാധ്യത ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതൊക്കെ എങ്ങനെ നോക്കേണ്ടതെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ നിലവിലെ സ്മാർട്ട് തന്നിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് CRZ സൗണ്ട് വെൽ എഫക്ട് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് തന്നെ അതില്ലെങ്കിൽ നമുക്ക് നോ എന്ന് കൊടുത്താൽ മതി. എന്തെങ്കിലും സെക്യൂരിറ്റി സോൺ, ഇപ്പോൾ എയർപോർട്ട് ആണോ, ഡിഫൻസ്, അങ്ങനത്തെ ഏരിയകളൊക്കെ ആണെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി സോണിൽ പെടും. അവിടെ നമുക്ക് കൺസ്ട്രക്ഷൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് തന്നെ സ്മാർട്ട് തന്നിട്ടുണ്ട്. മാപ്പ് വഴി നമുക്ക് നോക്കാം. അതിന്റെ ട്യൂട്ടോറിയൽ കിടക്കുന്നുണ്ട്. ഒരു പ്ലോട്ട് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് അതിൽ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുക കേട്ടോ. ദെൻ സെക്യൂരിറ്റി സോണിലല്ലാത്തതുകൊണ്ട് തന്നെ നോ കൊടുക്കാം. ആക്സസ് വിടുത്ത്, നമ്മുടെ റോഡിന്റെ വിടുത്താണ് മീറ്ററിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ XX എഴുതിയെന്നുള്ളതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അടുത്ത സെക്ഷനിൽ പറയുന്നത് ഇത് നമുക്കൊരു വീടിനെ സംബന്ധിച്ചിട്ട് അത്ര ബാധകമായിരിക്കില്ല. അതായത് ഇപ്പോ ലിൻഡലിന്റെ മേലെ, ലിൻഡലിന്റെ താഴെയൊക്കെ നമുക്ക് എന്തുണ്ട്, സൈഡില് നമുക്ക് വല്ല ഓപ്പണിങ്സ് ഉണ്ട് പ്രൊവൈഡഡ്. അവിടെ നമുക്കറിയാം 1 മീറ്ററെങ്കിലും മിനിമം വേണമെന്ന് അറിയാം.
അതിന് കുറവുണ്ടെങ്കിൽ മാത്രമാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് നോട്ട് അപ്ലിക്കബിൾ കൊടുത്താൽ മതി. ഇനി 1 മീറ്ററിലും കുറവാണ് നമുക്ക് അവിടെ സൈഡ് എങ്കിൽ നമ്മളിവിടെ ഓപ്പണിങ്സ് കൊടുത്തിട്ടില്ലയോ എന്നുള്ള യെസ് അല്ലെങ്കിൽ നോ വെച്ച് നമ്മൾ കൊടുക്കുക. സാധാരണ കണ്ടീഷനിൽ നമുക്ക് എന്നെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ റിയർ സൈഡും നമുക്ക് 1 മീറ്ററിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് റിയർ സൈഡും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതവിടെ കൊടുക്കുക. നോർമൽ കേസിൽ നമുക്ക് റിയർ സൈഡ് എന്തായിരിക്കും ആ സെറ്റ് ബാക്ക് ഉണ്ടായിരിക്കും, അതുകൊണ്ട് നമുക്ക് എന്നെ കൊടുത്ത് അവസാനിപ്പിക്കാവുന്നുള്ളൂ. ഓക്കെ, ഇതൊക്കെ വളരെ അടുത്ത് സ്പേസ് ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ മാത്രമാണ് ഇത് ചെക്ക് ചെയ്യേണ്ടോ. അങ്ങനെ 1 മീറ്ററിന് കുറവാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ നമ്മൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ NOC വേണ്ട കാര്യങ്ങൾ നമുക്ക് സൈഡിലും റിയർ സൈഡിലും നമുക്ക് NOC വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കേണ്ട കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ യെസ് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ എന്നെ കൊടുക്കുക. ഓക്കെ, പിന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് വീടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. മെക്കാനിക്കൽ പാർക്കിംഗ് ഇതൊന്നും നമുക്കിപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സിസ്റ്റിംഗ് ഫ്ലോർ ഏരിയ നമുക്ക് അവിടെ വല്ല ടു ബി ഡിമോളിഷ്ഡ് ആയിട്ട് വല്ല പൊളിച്ച് കളയുമെന്നുള്ള കണ്ടീഷനിൽ വല്ല പഴയ വീടൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഏരിയ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ പ്ലോട്ട് കൊമേഴ്ഷ്യൽ സോണിലാണോ, യെസ് ഓർ നോ. കൊമേഴ്ഷ്യൽ സോണിലാണെങ്കിൽ നമുക്ക് വീടിന്റെ കേസിലൊന്നും അത് അപ്ലിക്കബിൾ ആയിട്ട് വരില്ല സാധാരണഗതിയിൽ. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു സാധാരണ വീടിന്റെ കേസിൽ നമുക്ക് വേണ്ടതല്ല. ഓൾട്ടേഡ് ഏരിയ അത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, 0 കൊടുത്തിടാം. പിന്നെ ആക്സസ് ഹെഡ്റൂം നമുക്ക് എന്തെങ്കിലും കവാടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കവാടത്തിന്റെ ഹൈറ്റ് ആണ് പറയുന്നത്. വീടിന്റെ കേസിൽ അതും നമുക്ക് അപ്ലിക്കബിൾ അല്ല. പിന്നെ ഏറ്റവും ഒക്യുപ്പൻസി അപ്പോൾ അതും നമുക്ക് ഇവിടെ അപ്ലിക്കബിൾ അല്ല, നമുക്ക് വീടിന്റെ കേസിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ട് ഈ പറയുന്നത് കോപ്പി പേസ്റ്റ് ചെയ്താലും അതിൽ കുറച്ച് കാര്യങ്ങളെ നമുക്ക് എന്തുള്ളൂ ആവശ്യമുള്ളതുള്ളൂ, അത് മാത്രം നമ്മൾ കൊടുക്കുക, ബാക്കിയൊക്കെ എന്നെ കൊടുത്ത് അവസാനിപ്പിക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം അത് കോപ്പി ചെയ്ത് നമ്മുടെ പുതിയ ഡ്രോയിങ്ങിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഞാനത് പേസ്റ്റ് ചെയ്ത് വെച്ചു. അതിൽ കൃത്യമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡ്രോയിങ്ങിനനുസരിച്ചുള്ള ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏരിയ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ആക്സസ് കൊടുത്ത് റോഡിൻ്റെ കൊടുത്ത് കൃത്യമായി മാർക്ക് ചെയ്ത് ബാക്കി എന്നെ കൊടുത്തു. അങ്ങനെ ഞാനിത് കൃത്യമായിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ്. സോ നമുക്ക് ആദ്യത്തെ ടെക്സ്റ്റുകളൊക്കെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചു. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്കൊരു ഡയമെൻഷൻ സ്റ്റൈൽ സ്മാർട്ടിൻ്റെ ഡയമെൻഷൻ സ്റ്റൈൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഡയമെൻഷൻ സ്റ്റൈൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഓൾറെഡി ഓട്ടോകാഡിൽ ഒത്തിരി ഡയമെൻഷൻ സ്റ്റൈൽസ് ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ഇവിടെ സുവേഗ എന്നുള്ള ഡയമെൻഷൻ സ്റ്റൈലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവർ തന്നിട്ടുള്ള സാമ്പിൾ ആയിട്ടുള്ള ഡയമെൻഷൻ സ്റ്റൈൽ Ctrl+C അടിച്ച് കോപ്പി ചെയ്തതിനു ശേഷം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാനിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക, Ctrl+V കൊടുക്കുക. അപ്പോൾ ഇതേ ഡയമെൻഷൻ സ്റ്റൈൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അനോട്ടേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതേ സുവേഗ എന്നുള്ളൊരു ഡയമെൻഷൻ സ്റ്റൈൽ ഇവിടെ കാണാം നമുക്ക്. ഓക്കെ, സുവേഗ എന്ന ഡയമെൻഷൻ സ്റ്റൈൽ കാണാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് കറണ്ട് എന്നുള്ളതാക്കി വെക്കുക. കാരണം ഇനി അതാണ് നമുക്ക് ഇനി എല്ലാ ലെയറിലും നമ്മൾ അതാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ഡയമെൻഷൻ സ്റ്റൈൽസ് നമ്മൾ ഡയമെൻഷൻസ് വരയ്ക്കുന്നുണ്ടെങ്കിൽ അതേ സുവേഗ എന്നുള്ള ഒരു ഡയമെൻഷൻ സ്റ്റൈലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ സെക്ഷനിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ സെക്ഷൻ വെച്ചാൽ 2 ഡിഫൈനിങ് PDF ഷീറ്റ്. നമ്മളിപ്പോൾ 4 PDF ഷീറ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അല്ലേ. ഇതൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യണതാണ് അടുത്ത പണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓർ ഇട്ടിട്ട് 2 ഓപ്ഷൻ പറയുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ മുതിർന്ന ഡ്രോയിങ്ങുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഫോർത്ത് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സിംഗിൾ ഷീറ്റുകളായിരിക്കും അല്ലെ മുതിർന്ന ഡ്രോയിങ് ആണെങ്കിൽ. അപ്പൊ അത്തരത്തിൽ വരുന്ന വലിയ ലാർജ് പ്ലാനുകളൊക്കെയാണ് നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സാധാരണ നമ്മുടെ വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്ഷൻ എലിവേഷനും ഒക്കെ ഒരു ഷീറ്റിൽ കൊള്ളും അല്ലെ. അതല്ല ഇപ്പൊ നമ്മളും ലേഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ചെറിയ പ്ലാനുകളൊക്കെയാണ് നമ്മൾ ഓപ്ഷൻ 2 ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്കിപ്പോൾ ഓപ്ഷൻ 2 ആണ് നമുക്ക് ആവശ്യം. ഇനി ഫ്ലാറ്റുകളൊക്കെ വരയ്ക്കുമ്പോൾ മുതിർന്ന സാധനങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ഒരു ഷീറ്റിലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻ 1 വെച്ചിട്ട് വേണം ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യുന്നത് നമ്മുടെ PDF ഷീറ്റുകൾ ഡിഫൈൻ ചെയ്യാണ്. നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള 4 ഷീറ്റുകളുണ്ട്, അതൊക്കെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ഇതിനായിട്ട് നമുക്ക് എടുക്കേണ്ടത് കോപ്പിങ് അല്ല, മാച്ച് പ്രോപ്പർട്ടി എന്നുള്ളൊരു ഓപ്ഷനാണ്. മാച്ച് പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാം MA എൻ്റർ എന്നുള്ളതാണ്. അപ്പോൾ MA എൻ്റർ കൊടുത്തിട്ട് നമുക്ക് മാച്ച് ചെയ്യേണ്ട വസ്തുവിനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എവിടെയാണ് നമുക്ക് ഏത് വസ്തുവിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി മൊത്തമായിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് മാച്ച് പ്രോപ്പർട്ടി. ഓട്ടോകാഡിന്റെ ക്ലാസ് ഞാൻ ഇവിടെ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ സെക്ഷൻ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സൈറ്റ് പ്ലാന്റെ ഷീറ്റ് നമുക്ക് എന്ത് വേണം, നമുക്കിവിടെ ഒരു മാച്ച് ചെയ്യേണ്ട ഒരു റെക്ടാങ്കിൾ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രോപ്പർട്ടീസ്. നമ്മൾ അത് എന്ത് ചെയ്യുക, മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. MA എൻ്റർ എന്ന് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഇത് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇത് മാച്ച് ചെയ്യേണ്ടതായതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ഒരു ബ്രഷിന്റെ സിമ്പിൾ വന്നിട്ടുണ്ട്. അതായത് ആ ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ അത് കോപ്പി ചെയ്ത് നടത്താം. ഇനി നമുക്ക് വേണ്ടത് അടുത്ത ഡ്രോയിങ്ങിൽ നമുക്ക് എന്താണ്, നമ്മുടെ പ്രിപ്പയർ വെച്ച ഡ്രോയിങ്ങിൽ ഇതാണ് സൈറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇതിലേക്ക് മൊത്തമായിട്ട് എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ മതി, നമുക്ക് അത് മാച്ച് പ്രോപ്പർട്ടി ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന സൈറ്റ് പ്ലാൻ നമ്മൾ എന്ത് ചെയ്ത് മാച്ച് പ്രോപ്പർട്ടി വഴി നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ സർവീസ് പ്ലാൻ ആണ്.
സർവീസ് പ്ലാനിന്റെ നമ്മൾ ഇതുപോലെ തന്നെ ഷീറ്റ് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന് നമ്മൾ മാച്ച് പ്രോപ്പർട്ടി എടുക്കുക, MA എൻ്റർ ഒക്കെ ഇതിന് മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. നമ്മൾ പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഡ്രോയിങ്ങിൽ സർവീസ് പ്ലാൻ എവിടെയാണോ ഇതല്ല സർവീസ് പ്ലാൻ ഡ്രോയിങ്, നമ്മൾ ജസ്റ്റ് അതിലേക്ക് നമ്മളിങ്ങനെ ബോക്സ് വരച്ചു കൊടുത്ത് എൻ്റർ കൊടുത്തിട്ട് കഴിഞ്ഞാൽ എന്താവും, എൻ്റർ കൊടുക്കുന്നില്ല, അത് ഓൾറെഡി സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ടാവും, അതിലേക്ക് അത് മാച്ച് പ്രോപ്പർട്ടി ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഞാനിപ്പോൾ 2 ഡ്രോയിങ് അടുത്തടുത്ത് വെച്ചിട്ട് വരയ്ക്കുന്നത് കേട്ടോ. നമ്മളിത് ഈ കേസ്മാർട്ടുകാർ തന്ന ഡ്രോയിങ്ങിലെ സൈറ്റ് പ്ലാന്റ് അതുപോലെ തന്നെ സർവീസ് പ്ലാന്റ് രണ്ടിന്റെയും നമ്മൾ ഷീറ്റുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത നമുക്ക് നമ്മൾ ലെയറിൽ നോക്കി കാണാം, കുറെ ലെയറുകൾ കയറി കയറി വരുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട്. അതൊക്കെ നമുക്ക് ഒന്നും ചെയ്യേണ്ട അറിയാതെ തന്നെ വന്നോളൂ. ഓക്കെ, ഇനി അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് യൂട്ടിലിറ്റി ഡീറ്റെയിൽസ് ആണ്. യൂട്ടിലിറ്റി ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗും സെപ്റ്റിക് ടാങ്കും മാത്രമേ വെച്ചിട്ടുള്ളൂ. നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമുക്ക് ആദ്യം എടുക്കാം. MA എൻ്റർ കൊടുത്തതിന് ശേഷം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന്റെ പ്രോപ്പർട്ടി നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഡ്രോയിങ്ങിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഓപ്പൺ ആക്കുക. ഇതാണ് റെയിൻ വാട്ടർ ഡ്രോയിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മൊത്തത്തിലൊരു റെക്ടാങ്കിൾ വരച്ച് അതിലേക്ക് ഇതാക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ പണി കഴിഞ്ഞു. പേസ്റ്റിംഗ് അല്ലാട്ടോ, അത് മാച്ച് പ്രോപ്പർട്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും എടുക്കുക. നമുക്ക് ഇവിടെ അടുത്തുള്ളത് ഇതാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. വളരെ സിമ്പിളാണ്, നമുക്ക് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഇതിന്റെ ഒരു ഓർഡർ കിട്ടുകയും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ആണ് നമ്മൾ അടുത്ത് വരയ്ക്കേണ്ടത്. പക്ഷെ നമുക്ക് സെപ്റ്റിക് ടാങ്ക് എടുക്കുന്നതിന് പുറമെ തന്നെ നമുക്ക് ഈ പറയുന്ന ഷീറ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഉൾപ്പെടുത്താം, സെപ്റ്റിക് ടാങ്കിന്റെ ഡീറ്റെയിൽസിൽ ഉൾപ്പെടുത്താം. നമ്മൾ ആ ഷീറ്റുകളൊക്കെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ PDF ഒക്കെ വളരെ കൃത്യമായി ഡിഫൈൻഡ് ആയി. അപ്പോൾ നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അതിന്റെ മാച്ച് പ്രോപ്പർട്ടി കൊടുത്തു. സെപ്റ്റിക് ടാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഷീറ്റ് കൂടി നമുക്ക് പ്രിന്റിൽ വരണം എന്നുള്ളതുകൊണ്ട് അത് കൊടുത്തതിനൊപ്പം തന്നെ മറ്റ് ആ ഷീറ്റിന്റെ ആ എഴുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ അതേ മാച്ച് പ്രോപ്പർട്ടി തന്നെ കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല. ഇനി വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വേസ്റ്റ് ഡിസ്പോസൽ കൊണ്ട് എല്ലാതും ഓപ്പൺ വെല്ലൊക്കെ ഉണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പ്രൊവൈഡ് ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഷീറ്റിൽ ഉൾപ്പെടുത്തണം. കാരണം എന്നാലാണ് നമുക്ക് ഷീറ്റ് പ്രിന്റിൽ വരുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ സെപ്റ്റിക് ടാങ്കിന്റെ ലെയറിന്റെ കൂടെ സെപ്റ്റിക് ടാങ്കിന്റെ ഡീറ്റെയിൽസിന്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ ഷീറ്റ് കൊണ്ട് ഉൾപ്പെടുത്തി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യുന്നത് തൊട്ട് താഴെയുള്ളതാണ്. അടുത്തത് ഫ്ലോർ പ്ലാനുകളാണ്. അപ്പോൾ നമുക്ക് അറിയാം ഫ്ലോർ പ്ലാൻസ് എലിവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. എലിവേഷൻ നമ്മൾ എലിവേഷന്റെ എടുത്തതിന് ശേഷം ആ പറയുന്നതിന് ചുറ്റും വരയ്ക്കുക, സെക്ഷന്റെ ചുറ്റും വരയ്ക്കുക, ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിന്റെ ചുറ്റും വരയ്ക്കുക. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇത് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ പ്ലാൻ ഡീറ്റെയിൽസ് എന്ന് കാണുന്നതിൽ നമ്മുടെ 0 ഫസ്റ്റ് എന്നുള്ളതാണ് എടുക്കാനായിട്ട്. 0 ആണ് ഗ്രൗണ്ട് ഫ്ലോർ, -1 -2 എന്നൊക്കെ വെച്ചാൽ ബേസ്മെന്റ് അല്ല അണ്ടർഗ്രൗണ്ട് ഒക്കെയാണത്. 2, 3 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മേലോട്ടുള്ള സെക്ഷനാണ്. അപ്പൊ നമുക്കിപ്പോൾ 2 നില വീടാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടാവും, ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാവും. അപ്പൊ ഈ 2 ഫ്ലോർ പ്ലാനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പൊ നമ്മൾ MA എൻ്റർ എടുത്തു, നമ്മൾ ഇത് ആദ്യത്തെ എടുത്തതിനു ശേഷം നമ്മുടെ ഡ്രോയിങ്ങിൽ എന്താണ് നമ്മുടെ ആദ്യത്തെ, അതായത് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ള സെക്ഷനിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായിട്ട് എന്ത് ചെയ്തു, നമ്മളിങ്ങനെ അത് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു, ആ ലെയറിലേക്ക് മാറ്റി. ഓക്കെ, എൻ്റർ കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ വീണ്ടും എടുത്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ അവിടെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ ആണ് കൊടുത്തത്. ഇനി നമുക്കുള്ള ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. മാച്ച് പ്രോപ്പർട്ടി എടുക്കുക, MA എൻ്റർ കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ എടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ആ ഡ്രോയിങ്ങിൽ ചെന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിനെ മൊത്തം സെലക്ട് ചെയ്യുക. ഇവിടെ ടെക്സ്റ്റ് കൂടി ഞാൻ ഉൾപ്പെടുത്തിയില്ല, അതുകൊണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാനില്ല. സൂമോട്ടായി പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ആ ലെയറിലേക്ക് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് അടുത്തതാണ് എന്ത്, ഫ്ലോർ പ്ലാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ 0യും 1 ആണ് എടുത്തത് കേട്ടോ, ഗ്രൗണ്ട് ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ഇനി നമുക്ക് എന്തുണ്ട്, എലിവേഷൻ ഉണ്ട്. എലിവേഷൻ്റെ ഇതാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു പ്ലോട്ടിൽ തന്നെ ഒന്നിലധികം ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിലാണ് ബ്ലോക്ക് 2ലേക്ക് പോകേണ്ടത്. നമുക്കിപ്പോൾ ബ്ലോക്ക് 1 ആണ് ആവശ്യം, കാരണം ഒരു ബിൽഡിങ്ങിൽ ഒരു പ്ലോട്ടുള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് ബ്ലോക്ക് 1ൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എലിവേഷന്റെ കേസിൽ നമുക്ക് വേണ്ടത് ബ്ലോക്ക് 1ൽ ഈ അവർ തന്നെ മാർക്ക് ചെയ്ത് എന്താ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇതാണ്. നമ്മൾ MA എൻ്റർ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന എലിവേഷന്റെ അതെടുത്തു. നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ കറസ്പോണ്ടിങ് നമ്മുടെ ഡ്രോയിങ്ങിൽ എലിവേഷൻ എന്നുള്ളത് മൊത്തമായിട്ട് നമ്മൾ വരച്ചത് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സെക്ഷനാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ സെക്ഷനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം ഇല്ലെന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. ഇനി അവസാനത്തെ സെക്ഷനാണ്. സെക്ഷൻ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ടൈറ്റിൽ ബ്ലോക്കും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ചേർത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്യാൻ ചെയ്ത അതേ പണി തന്നെയാണ്. സെക്ഷൻ വരയ്ക്കുമ്പോൾ അതിൽ നമ്മുടെ ടൈറ്റിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അതേ ലെയറിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സെക്ഷൻ എന്നുള്ള ഏരിയയിൽ പോയി നമ്മളിത് ബ്ലോക്ക് 1ന്റെ സെക്ഷനിൽ നമ്മൾ മാച്ച് പ്രോപ്പർട്ടി എടുത്തു.
ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് സെക്ഷൻ നമ്മൾ ഇതിലേക്ക് മാച്ച് പ്രോപ്പർട്ടി ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വരച്ചിട്ടുള്ള മറ്റേ ആ നെയിമിങ്ങും ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടെക്സ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിൽ തന്നെ കൊടുക്കാൻ നോക്കുക. ഞാൻ വരച്ച ബോക്സ് നമ്മൾ ഇത് ഈ ലെയറിൽ തന്നെ നമ്മൾ പ്രത്യേകം കൊടുത്തു. ഏതെങ്കിലും ഒന്നിൽ കൊടുക്കണം നിർബന്ധമായിട്ടോ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം കൊടുത്തിട്ടില്ലെന്ന് ഇതിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൽ പ്രിന്റിങ്ങിൽ നമുക്ക് മിസ്സിങ് കാണിക്കും. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. അപ്പോൾ നമ്മുടെ എന്ത് കഴിഞ്ഞു, നമ്മുടെ ഈ പറയുന്ന ലെയറിൻ്റെ വർക്ക് കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇനി എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ നോക്കുക, അതിൻ്റെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ വല്ലതും ഉണ്ടോ നോക്കുക. താഴെ നമുക്കിത് എക്സ്കവേഷൻ ഡീറ്റെയിൽസ് വെച്ചാൽ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ നമ്മുടെ രണ്ടാമത്തെ പാർട്ട് ഡിഫൈനിങ് PDF ഷീറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് 3 to ഏറെക്കുറെ ഒരു 13 വരെ 13 വരെ നമുക്ക് സൈറ്റ് പ്ലാനിൽ വരയ്ക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സൈറ്റ് പ്ലാൻ ഇവിടെ ഓപ്പൺ ആക്കി വെക്കുക. നമ്മുടെ ഡ്രോയിങ്ങിൽ ഇതേ സൈറ്റ് പ്ലാൻ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടേതായ രീതിയിൽ പലതും വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളത് നോക്കണ്ട. നമുക്ക് ഇതിലെന്താ വേണ്ടുന്ന ലെയറുകൾ പറയാം, അത് നമ്മൾ വരുത്തക്ക രീതിയിൽ അത് അറേഞ്ച്മെന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് തന്നെ നോക്കുകയാണ്. 3ാമത്തെ സെക്ഷൻ എടുത്തു. നമുക്ക് അതിൽ വേണ്ടത് പ്ലോട്ട് ബൗണ്ടറി നമുക്ക് ഈ ലെയറായിട്ട് മാച്ച് ചെയ്യണം. അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ ഔട്ടർ ലൈൻ ഈ ബ്ലോക്ക് 1 ആണ് നമുക്ക് വരികയെന്ന് അറിയാലോ. അപ്പോൾ ബിൽഡിങ്ങിന്റെ ബ്ലോക്ക് 1 മാച്ച് ചെയ്യണം. കവറേജ് വേണ്ടത് ബ്ലോക്ക് കവറേജ് വെച്ച് നമുക്ക് ഓൾറെഡി ഇപ്പോൾ ആ പ്ലോട്ടിൽ ഒരു ബിൽഡിംഗ് ഉള്ളൂ. അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഔട്ടർ ലൈനിൽ തന്നെയായിരിക്കും കവറേജ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് മെർജ് ചെയ്യാം കേട്ടോ. നോക്കും നമ്മൾ 3ാമത്തെ മെർജിങ് തുടങ്ങുകയാണ്. MA എൻ്റർ കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്തു, പ്ലോട്ട് ബൗണ്ടറി എടുത്തു, നമ്മൾ മെർജ് ചെയ്യാണ്. ഞാൻ ഓൾറെഡി വരച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലോട്ടിന് ചുറ്റും നമ്മൾ പോളിലൈൻ ഇട്ട് വരച്ചിട്ടുണ്ട്. നിങ്ങൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. IBPMസിലെ ക്ലോസ്ഡ് പോളി വരച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ക്ലോസ്ഡ് പോളി PL എൻ്റർ എന്നെടുത്തിട്ട് ഞാനിത് ക്ലോസ്ഡ് പോളി വരച്ച് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ജസ്റ്റ് അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ലെയർ നമ്മൾ എന്ത് ചെയ്തു, മെർജ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ക്ലോസ്ഡ് പോളി അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. നമുക്ക് PL എൻ്റർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ്ഡ് പോളി വരയ്ക്കാം. കണ്ടോ, അങ്ങനെ വരച്ചിട്ട് അവസാനിക്കുന്ന പോയിന്റിൽ എത്തുമ്പോൾ C എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ്ഡ് പോളി ആയി. ഓക്കെ, ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട്. അത് നമ്മൾ ഓൾറെഡി IBPMസിൽ ചെയ്തുകൊണ്ട് ഞാൻ അത്ര ഡീറ്റെയിൽ ആക്കണില്ല. ഓക്കെ, അടുത്ത് വരുന്നത് നമുക്ക് ബിൽഡിങ്ങിന്റെ ഔട്ടർ ലൈൻ ആണ്. നമുക്ക് ബ്ലോക്ക് 1 ആണ്. ഒരു ബിൽഡിങ് നമുക്ക് അതിലുള്ളൂ എന്നുള്ള കൺസിഡർ ചെയ്യുന്നത്. മാച്ച് പ്രോപ്പർട്ടി എടുത്തു, ഇതിന്റെ മാച്ച് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബിൽഡിങ്ങിന്റെ ഔട്ടർ ലൈൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ബിൽഡിങ്ങിന്റെ ഔട്ടർ ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോസ്ഡ് പോളി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബിൽഡിങ്ങിന്റെ ഔട്ടർ ലൈൻ വന്നിട്ടുണ്ട് കൃത്യമായിട്ട്. അത് മെർജഡായി. ഓക്കെ, നമ്മളിവിടെ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ലെയർ ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. അത് നോക്കി വെക്കുക. സോ അടുത്തത് കവറേജ് ആണ്. കവറേജ് നമുക്ക് ഈ പറയുന്ന ബ്ലൂ കളറാണ്. അപ്പൊ അത് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അതിന്റെ ഈ ബിൽഡിങ്ങിന്റെ ഇതേ ലൈൻ തന്നെയാണ് അവിടെയും വരേണ്ടത് അല്ലെ. നമുക്ക് എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നീക്കി വെക്കുക. എന്താ വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലെ. നമ്മുടെ IBPMസിൽ ഉണ്ടായ അതേ പ്രശ്നം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ യൂണിറ്റ് PA അതുപോലെ തന്നെ FSI എടുക്കുമ്പോൾ ചെയ്ത അതേ പരിപാടി തന്നെ നമുക്ക് കവറേജിന്റെ എടുക്കാം. മാച്ച് പ്രോപ്പർട്ടി എടുത്തു, ബ്ലോക്ക് 1 സെലക്ട് ചെയ്തു. നമുക്ക് എന്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഇതിലേക്ക് മാച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ വെച്ച അതേ പൊസിഷനിലേക്ക് എന്ത് ചെയ്യാതെ കൊണ്ടുപോയി വയ്ക്കുക. ഓക്കെ, കൃത്യം അതേ പൊസിഷനിലാണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ ആ വർക്ക് നമ്മുടെ കഴിഞ്ഞു. വളരെ സിമ്പിളാണ് ചെയ്ത്. എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 3ാമത്തെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് 4ാമത്തെ യാർഡുകളാണ്. യാർഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്, ബാക്ക്, റിയർ, സൈഡ് ഇങ്ങനെ 4 യാർഡുകളുണ്ട്. നമുക്ക് സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഡ്രോയിങ്ങിൽ നമ്മളൊരു പോളിനെ ഇട്ടുകൊണ്ട് യാർഡുകൾ വരയ്ക്കണം. അതാണ് 1ാമത്തെ പണി. ഞാനിവിടെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് യാർഡ് എന്ന് പറഞ്ഞ ഇതാണ്. ഇതൊക്കെ നമ്മുടെ പ്ലോട്ടിന്റെ ഫ്രണ്ട് യാർഡ്. ഞാൻ ഇങ്ങനെ ബിൽഡിങ്ങിന്റെ അവിടെ നിന്നും നമ്മുടെ പ്ലോട്ടിന്റെ എൻഡിലേക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഒരു പോളിനായിട്ട് ഞാനിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് യാർഡ്. അതുപോലെ തന്നെ റിയർ യാർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് നമ്മൾ ബിൽഡിങ്ങിന്റെ ബാക്ക് പോട്ടിട്ട് പ്ലോട്ടിന്റെ ഇതിലേക്ക് നമ്മൾ യാർഡ് വരച്ചു. ഇത് ഇത്തിരി ചെരിഞ്ഞു പോയാലും നീങ്ങിപ്പോയാലും കുഴപ്പമില്ല. പക്ഷേ ബിൽഡിങ്ങിലും അതുപോലെ തന്നെ പ്ലോട്ട് ലൈനും സെലക്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഇത് സൈഡ് 1 ആയിട്ട് നമ്മൾ ഈ സൈഡ് വരച്ചു. ഇത് നമുക്ക് സൈഡ് 2 ആയിട്ട് കൂടാം. പേയിൽ എടുത്തുകൊണ്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ലൈൻ നമ്മൾ ചുറ്റോറും വരച്ച് നമ്മുടെ ക്ലോസ്ഡ് പോളി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് സൈഡ് യാർഡിൻ്റെ ഒക്കെ പോളിലായിട്ട് നമ്മളോട് വരച്ചു. ഇങ്ങനെ വരച്ചെന്നുള്ള ഐഡിയ കിട്ടിയില്ലേ. ഇതൊന്ന്, ബാക്ക് സൈഡ് 2, 3, 4 ഇങ്ങനെ നമ്മൾ സൈഡുകളൊക്കെ ഇതിങ്ങനെ കൊടുത്താൽ തന്നെ എൻ്റെ മിനിമം ഡിസ്റ്റൻസും ആവറേജ് ഒക്കെ ഒരു ഓട്ടോമാറ്റിക്കലി എടുത്തോളും കേട്ടോ. നമ്മളിത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ലെയർ സിസ്റ്റത്തിലേക്ക് പോവുക. ഫ്രണ്ട് യാർഡിന് നമ്മൾ എന്ത് വേണം, മെർജ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബിൽഡിംഗ് 1ലേക്കുള്ള ഫ്രണ്ട് യാർഡാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് 1 എന്നുള്ള വേണം സെലക്ട് ചെയ്യാനായിട്ട്. എല്ലായിടത്തും ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ഉണ്ട്. അതിന് കൺഫ്യൂഷൻ വേണ്ട. നമ്മുടെ മിക്കവാറും ബ്ലോക്ക് 1 ആയിരിക്കും. 2 ബിൽഡിംഗ് ഉണ്ടെങ്കിൽ മാത്രം അത്തരത്തിലേക്ക് കൺഫ്യൂഷനിലേക്ക് പോകേണ്ടത് കേട്ടോ. നമ്മൾ ബ്ലോക്ക് 1 എടുത്തു. നമ്മളത് പോയിട്ട് എന്ത് ചെയ്യുക, ഫ്രണ്ട് യാർഡാണ് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി വീണ്ടും അടുത്തത് നമുക്ക് ജസ്റ്റ് ഒരു എൻട്രി കൊടുത്താൽ മതി. മാച്ച് പ്രോപ്പർട്ടി തന്നെ വന്നോളും. നമ്മൾ രണ്ടാമത്തെ റിയർ യാർഡാണ് നമ്മൾ സെലക്ട് ചെയ്തു.
റിയർ യാർഡ് കൊണ്ടുപോയിട്ട് നമ്മൾ അതിലേക്ക് മെർജ് ചെയ്യാണ്. എൻ്റർ കൊടുത്തു. ദെൻ വീണ്ടും കൊണ്ടുപോകാൻ നമ്മൾ അടുത്തത് ഏതാണ് സൈഡ് 1. ഓക്കെ, നമുക്ക് എടുത്തു നോക്കാം. സൈഡ് 1ൻ്റെ പ്രോപ്പർട്ടി ഞാൻ കോപ്പി ചെയ്തു. ജസ്റ്റ് കൊണ്ടുവന്ന് സൈഡ് 1ൻ്റെ ഇതാണ് സൈഡ് 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് സൈഡ് 2 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വരച്ചതാണ്. ഒരു ഗ്രീൻ കളറാണ് സൈഡ് 2 കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്തു, മാച്ച് പ്രോപ്പർട്ടി എടുത്തു. ജസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് സൈഡ് 2 നമ്മൾ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഈ യാർഡിൻ്റെ പരിപാടികൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിത് വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, 3ഉം 4ഉം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 5ാമത്തെയാണ്. എല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ സൈഡ് പ്ലാനിൽ തന്നെയാണ്. 5ാമത്തെ നമുക്ക് റോഡാണ്. റോഡും അതുപോലെ തന്നെ ഞാൻ പറയേണ്ടതില്ല, കള്ളിസാക്ക് ഉണ്ട്, നോട്ടിഫൈഡ് റോഡ് ഉണ്ട്, നോട്ടിഫൈഡ് റോഡ് ഉണ്ട്. സെയിം കണ്ടീഷൻസ് തന്നെ അതിലെടുക്കുക. കള്ളിസാക്ക് അറിയാലോ 75 മീറ്റർ ലെങ്ത് വരെ, അതുപോലെ തന്നെ മറ്റേ 150 മീറ്റർ ലെങ്ത് വരെ, അങ്ങനെ കള്ളിസാക്ക് എന്ന് പറഞ്ഞ കുറേ കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ നമ്മുടെ റൂൾ നമ്പർ 23ഉം അതുപോലെ തന്നെ 26, 27 ഒക്കെ നമ്മളൊന്ന് വായിച്ച് നോക്കുക റൂൾ ബുക്കിൽ. അതിൽ പറയുന്നുണ്ട് റോഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് നമുക്ക് വിടണം എന്നുള്ളത്. കൃത്യമായിട്ട് ബിൽ റൂൾ പഠിക്കുക. പിന്നെ സാധാരണഗതിയിൽ നോട്ടിഫൈഡ് റോഡായിരിക്കും, പഞ്ചായത്ത് വിജ്ഞാപനം ചെയ്ത റോഡുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോട്ടിഫൈഡ് റോഡ് എന്നുള്ള സെക്ഷനിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നോട്ടിഫൈഡ് റോഡ് ആയതുകൊണ്ട് ഞാൻ അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനിയും വീഡിയോസ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആക്കും. ഓക്കെ, ഇവിടെ നമുക്ക് റോഡ് പോയിട്ടുണ്ട്. നമ്മുടെ IBOSൽ ചെയ്ത പോലെ തന്നെ നമ്മൾ റോഡിന്റെ ചുറ്റും ഇങ്ങനെ ഒരു പോളിലായിട്ട് നമ്മൾ വരച്ചു. ദെൻ നമ്മൾ എന്ത് വേണം, ഈ പറയുന്ന അൺനോട്ടിഫൈഡ് റോഡ് അല്ലെങ്കിൽ നോട്ടിഫൈഡ് റോഡ് എന്നുള്ള അത് നമ്മൾ മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് നമ്മൾ കൊടുക്കുകയാണ്. MA എൻ്റർ കൊടുത്തു. നമ്മളത് മാച്ച് എടുത്തു. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പറയുന്ന റോഡിൻ്റെ അവിടെ കൊണ്ടുപോയി നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ മാച്ച് ചെയ്തു. ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് പ്ലോട്ടിനോട് ബൗണ്ടറിയോട് ചേർന്ന് പ്ലോട്ടിൽ ഉറപ്പുവരുത്തുക. റോഡിന്റെ വിഡ്ത്തും നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. മീറ്ററിലായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ 1 to 5 വരെ, അതായത് 1 തൊട്ടിട്ട് 5 വരെയുള്ള നമ്മുടെ ലെയർ സിസ്റ്റം കഴിഞ്ഞു ഔട്ട് ഓഫ് 18. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് 6ാമത്തെയാണ്. 6ാമത്തെ നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിംഗ് ആൻഡ് സ്ട്രീറ്റ് ആണ്. അതിന് നമുക്ക് നമ്മുടെ ഒരു നോട്ടിഫൈഡ് റോഡ് നമുക്കുണ്ട്. അപ്പോൾ നോട്ടിഫൈഡ് റോഡിന്റെ ഒരു എൻഡിൽ നിന്ന് നമ്മുടെ ബിൽഡിങ്ങിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഡ്രോയിങ് എടുക്കുക. ഡ്രോയിങ് എടുത്തതിന് ശേഷം നമുക്കറിയാം സുവേഗ എന്നൊരു ഡയമെൻഷനിൽ നമ്മളിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഡയമെൻഷൻസിൽ അലൈൻഡ് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഒരു എൻഡിൽ നിന്ന് റോഡിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഡിസ്റ്റൻസ് ഇവിടെ 21.6 കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ നമ്മുടെ ലെയർ സിസ്റ്റം കൊണ്ടുവന്നിട്ട് അതിൽ ഇപ്പം നമുക്കറിയാം നോട്ടിഫൈഡ് റോഡ് ആണെങ്കിൽ നമ്മുടെ ഈ ആദ്യത്തെ റെഡ് ആണ് നമുക്ക് ആവശ്യമുള്ളൂ. മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. MA എൻ്റർ കൊടുത്തതിന് ശേഷം മാച്ച് പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഡ്രോയിങ്ങിൽ പോയിട്ട് ആ ഡയമെൻഷൻ ലൈൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ദെൻ എൻ്റർ കൊടുക്കുക. അപ്പോൾ 21.6 റെഡ് കളറിലായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആ സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോൾ ഇതിൽ കള്ളിസാക്ക് റോഡ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ബിൽഡിങ്ങിൽ നിന്ന് അതിൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്യാത്തത്. ഓക്കെ, അടുത്ത നമുക്ക് 7ാമത്തെയാണ് കാൽക്കുലേഷൻ ഓഫ് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. നമുക്കറിയാം ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് റോഡിന്റെ വിടുത്തിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ റോഡിന്റെ വിടുത്ത് × 2 ആൻഡ് അതിന്റെ അൻഡിൽ നിന്ന് ബിൽഡിങ്ങിലെ ഡിസ്റ്റൻസ് അങ്ങനെയൊക്കെ ഒരു കാൽക്കുലേഷൻ പറയുന്നുണ്ട്. അപ്പോൾ റോഡിന്റെ വിടുത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ. അതിനൊരു ലിമിറ്റ് ഉണ്ട്, ഇത്ര വരെ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് പാടുള്ളൂ എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അത് ബിൽഡിംഗ് റൂളാണ്, ഞാനത് ഡീറ്റെയിൽ ആക്കുന്നില്ല. അപ്പോൾ 7ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ പറയുന്ന റോഡിൽ നിന്ന്, അപ്പോൾ റോഡിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിന്റെ അതർ എൻഡിൽ നിന്ന്, അതായത് ഈ റോഡിന്റെ ഈ അറ്റത്ത് നിന്ന് നമ്മുടെ ബിൽഡിങ്ങിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാൻ എഴുതിയുള്ളത് ഡിസ്റ്റൻസ് ഫ്രം ബിൽഡിംഗ് ഫുട് പ്രിന്റ് ടു നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് റോഡ് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഡയമെൻഷനിൽ അല്ലെങ്കിൽ ഡയമെൻഷൻ എടുക്കുക. നമുക്ക് ഇതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ എൻഡിൽ നിന്ന് നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഡയമെൻഷൻ നമ്മൾ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. സോ നമുക്ക് ഇതിലേക്ക് സെയിം പ്രൊസീജിയർ ചെയ്യണം. എന്ത് നമ്മുടെ മാച്ച് പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് നമുക്കിത് കോപ്പി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ MA എൻ്റർ എടുത്തതിന് ശേഷം നമ്മൾ നോട്ടിഫൈഡ് റോഡിന്റെ ബ്ലോക്ക് 1 ആണ് നമുക്ക് ആവശ്യമുള്ള നോട്ടിഫൈഡ് റോഡിന്റെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, അതിലേക്ക് അത് മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. സോ നമ്മുടെ ഈ പറഞ്ഞ സ്റ്റെപ്പും കഴിഞ്ഞു. റോഡിന്റെ എൻഡിലേക്ക് കേട്ടോ. എന്തിനാ വെച്ചാൽ ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന റോഡിന്റെ വീതിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ 7ാമത്തെ സെക്ഷൻ, കാൽക്കുലേഷൻ ഓഫ് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിൽ അത് ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന് പ്രത്യേകിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ സൈറ്റ് പ്ലാനിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, പോളിലൈൻ ഇട്ടുകൊണ്ട് നമ്മൾ വരയ്ക്കുക. നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇവിടെയാണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ പോളിലൈൻ ഇട്ടുകൊണ്ട് ക്ലോസ്ഡ് പോളി ഇട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. അതിന്റെ ചുറ്റോറും നമ്മൾ എന്ത് വേണം,
ആ പറയുന്ന റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന്റെ ആ പറയുന്ന മാച്ച് പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അതങ്ങോട്ട് മെർജ് ചെയ്ത് കൊടുക്കുക. എൻ്റർ കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മാച്ച് പ്രോപ്പർട്ടി നമ്മുടെ RWHലേക്ക് കോപ്പി ചെയ്യുക. കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്ത് എന്താണെന്നുള്ളത്. അതിൻ്റെ കപ്പാസിറ്റി ചോദിച്ചിട്ടുണ്ട്. കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്ത് വെക്കുക. ഈ ടെക്സ്റ്റ് നമ്മൾ Ctrl+C അടിച്ച് കോപ്പി ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ അടുത്ത് എവിടെയും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കപ്പാസിറ്റി എന്നുള്ള പേസ്റ്റ് ചെയ്യുക. ഹൈറ്റ് നമുക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാട്ടോ, അത് പ്രശ്നമുള്ള കാര്യമില്ല, നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് അത് എടുത്തിട്ട് നമ്മളിവിടെ കൊണ്ടുപോയിട്ട് വെക്കുകയാണ്, പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കത് അതിൻ്റെ വാല്യൂ, അതായത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന്റെ വോളിയം, ലിറ്റർ കപ്പാസിറ്റി നമുക്ക് കാൽക്കുലേഷൻ നമ്മൾ ഉണ്ടായിരിക്കും. ലെങ്ത് വിഡ്ത്ത് എന്നൊക്കെ വെച്ച് നമ്മൾ കാൽക്കുലേഷൻ നമ്മൾ ഓൾറെഡി പ്ലാൻ വരയ്ക്കുമ്പോൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ 3000 ആണ് നമ്മുടെ കപ്പാസിറ്റി ഇപ്പോൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 3000 എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കപ്പാസിറ്റി ലിറ്റർ കേട്ടോ. അപ്പോൾ അത് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും പെർക്കുലേഷൻ ബിറ്റോ ലീച്ച് ബിറ്റോ ഉള്ളതാണ്. നമുക്കിവിടെ ഒരു ലീച്ച് ബിറ്റും ഉണ്ട്. അത് SW റീചാർജ് കൊണ്ട് ഉള്ളൊരു പിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, അതും നമുക്ക് എന്ത് ചെയ്യാം, മാച്ച് പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം നമുക്കതും മെർജ് ചെയ്ത് കൊടുക്കാം. ഇത് തൊട്ടടുത്ത് ഞാനൊരു ലീച്ച് പിറ്റ് വെച്ചിട്ടുണ്ട്, GWRS. അത് നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മൾ മെർജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ആ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഫിനിഷ് ചെയ്തു. ഓക്കെ, ദെൻ ഇതൊക്കെ നമ്മൾ സൈറ്റ് പ്ലാനിലാണ് ചെയ്യേണ്ടത് കേട്ടോ. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് 8ാമത്തെ കഴിഞ്ഞു. നെക്സ്റ്റ് 9ാമത്തെയാണ്. ദെൻ 9ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് സമയം ഇത്തിരി എടുക്കും. 9ാമത്തെ കാരണം നമ്മുടെ മറ്റ് സർവീസ് ഡീറ്റെയിൽസ്, സെപ്റ്റി ടാങ്ക്, അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റ്, അതുപോലെ തന്നെ ഓപ്പൺ വെല്ല്, അതിൽ നിന്നൊക്കെയുള്ള ഡിസ്റ്റൻസും അതിൽ നിന്ന് വെൽ ടു സെപ്റ്റി ടാങ്കിലെ ഡിസ്റ്റൻസും ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ആ ഓർഡറിൽ തന്നെ ചെയ്തു പോകാം, വലിയ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എക്സിസ്റ്റിംഗ് ആണോ പ്രപ്പോസൽ ആണെന്ന് അറിയണം. നമ്മുടെ ഡ്രോയിങ്ങിൽ വെൽ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് വെല്ല നമുക്ക് ഓൾറെഡി നിലവിലുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഡ്രോയിങ്ങിൽ എന്ത് ചെയ്യുക, ഓപ്പൺ വെല്ല് നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പ്രപ്പോസൽ അല്ല, എക്സിസ്റ്റിംഗ് ആയതുകൊണ്ട് റെഡ് ആണ് വേണ്ടത്. അപ്പോൾ മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. ഈ പറയുന്ന അത് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വെല്ലിൻ്റെ ഔട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്തു, മെർജ് ചെയ്തു. അപ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് വെല്ല് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഓക്കെ, പ്രപ്പോസൽ ആണെങ്കിൽ യെല്ലോ കൊടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ അടുത്തത് വേസ്റ്റ് ഡിസ്പോസൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഇവിടെയും ഉള്ള നമ്മുടെ ഞാനിപ്പോൾ എടുത്ത പ്രോജക്റ്റിൽ വേസ്റ്റ് ഡിസ്പോസൽ നമുക്ക് വേണമെങ്കിൽ ഇത് സെപ്റ്റി ടാങ്ക്, പിന്നെ വേണമെങ്കിൽ ഇത് വേസ്റ്റ് ആയിട്ട് കാണിക്കാം, സോക്ക് പിറ്റ് വേണമെങ്കിൽ അങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ ഒരു ഔട്ടർ ലൈൻ ഒരു പൊളിലൈൻ വരച്ചാൽ മതി, അത് നമുക്ക് വേസ്റ്റ് ഡിസ്പോസലായിട്ട് കാണിക്കാം കേട്ടോ. ഞാനിത് വേസ്റ്റ് ഡിസ്പോസലായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടാണ് കിടക്കുന്നത് നമ്മുടെ ബോട്ടിൽ. അറിയാലോ, പല കണ്ടീഷൻസ് ആയിരിക്കും പ്ലാനിൽ. പ്രപ്പോസൽ ആണെങ്കിൽ യെല്ലോ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ റെഡ് കൊടുക്കുക. മാച്ച് പ്രോപ്പർട്ടി എടുത്തു. ഞാൻ വേസ്റ്റ് പിറ്റ് നമ്മൾ എടുക്കുകയാണ്. നമ്മൾ അവിടെ ഇതിൻ്റെ ഔട്ടർ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേസ്റ്റ് പിറ്റ് വന്നു. ഇനി അതുപോലെ തന്നെ അടുത്തത് സെപ്റ്റി ടാങ്ക് ആണ്. നമുക്ക് ഓൾറെഡി സെപ്റ്റി ടാങ്ക് അതും നമുക്ക് എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ പ്രപ്പോസൽ ആണെങ്കിൽ യെല്ലോ കൊടുക്കുക. അതെടുത്തു. നമ്മളത് എന്ത് ചെയ്യണു, സെപ്റ്റി ടാങ്കിൻ്റെ ഔട്ടറിലേക്ക് ജസ്റ്റ് കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അതും കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് നമുക്ക് ബയോഗ്യാസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ മാർക്കിങ് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ ഞാൻ സെപ്റ്റി ടാങ്ക് സോക്ക് പിറ്റ് ആണ് വേസ്റ്റ് പിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇത് എടുത്തോളൂ, വേസ്റ്റ് പിറ്റ് വേണ്ടി പിറ്റ് വരച്ചിട്ട് അതിൽ വേണമെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പ്രപ്പോസൽ വേണമെങ്കിൽ പ്രപ്പോസൽ കൊടുക്കാം, എക്സിസ്റ്റിംഗ് വേണമെങ്കിൽ എക്സിസ്റ്റിംഗ് കൊടുക്കാം, നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് കൊടുക്കുക. ഓക്കെ, സോ ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇനി ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യണം. അതായത് നമുക്കറിയാം കിണറും അതുപോലെ തന്നെ സെപ്റ്റി ടാങ്കും തമ്മിൽ, അതുപോലെ കിണറും വേസ്റ്റ് പിറ്റ് തമ്മിലൊക്കെ നമുക്ക് 1.5 മീറ്റർ ഡിസ്റ്റൻസ് വേണം. അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് റോഡുമായിട്ട് കിണറിന് എത്ര ഡിസ്റ്റൻസ് വേണം, അതുപോലെ തന്നെ ഇവ തമ്മിൽ ബൗണ്ടറി എടുത്തൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവേണ്ട, ഈ കാണുന്ന അതേ ഓർഡർ തന്നെ നമ്മൾ കൊടുത്തുപോകാൻ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം പ്രപ്പോസ്ഡ് വെൽ ടു നിയറസ്റ്റ് പോയിന്റ് ഓഫ് റോഡ്. അതേ നമ്മുടെ റോഡിൽ നിന്ന്, നമ്മുടെ ഈ പറയുന്ന കിണറിൽ നിന്ന് റോഡിന്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡയമെൻഷൻ ലൈനിൽ നമ്മൾ അല്ലെങ്കിൽ ഡയമെൻഷൻ എടുത്തു. നമ്മുടെ കിണർ ഇതാണ്. അപ്പോൾ ഓപ്പൺ വെല്ലിൽ നിന്ന് നമ്മുടെ റോഡിന്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇത് ഞാനൊരു ഇങ്ങനൊരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ആ പറയുന്ന ലെയർ എടുത്തിട്ട് MA എൻ്റർ എടുത്തു. ആ ലെയർ എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യാണ്, മെർജ് ചെയ്ത് കൊടുക്കുകയാണ്. കിണറിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക്, അതായത് റോഡിന്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അടുത്ത് ചോദിക്കുന്നവര് നെക്സ്റ്റ് ചോദിക്കുന്നത് ഡിസ്റ്റൻസ് ഫ്രം ഓപ്പൺ വെൽ ടു വേസ്റ്റ് ഡിസ്പോസൽ. ഓപ്പൺ വെൽ ടു വേസ്റ്റ് ഡിസ്പോസൽ, ഇതാണ് ഓപ്പൺ വെല്ല്, ഇതാണ് നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഡയമെൻഷൻ എടുക്കുക. ഇവിടെ നമുക്ക് ഇഷ്യൂസ് ഇല്ല, കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ട് നമുക്ക്, അല്ലെ.
നമ്മളിത് എടുത്തു. നമ്മൾ എന്ത് ചെയ്തു, വേസ്റ്റ് ഡിസ്പോസലിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം, അതുകൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം. വെല്ലിൽ നിന്ന് നമുക്ക് എവിടേക്കുള്ളത് നമ്മുടെ സെപ്റ്റി ടാങ്കിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോക്കാം എന്താണ് അടുത്തത് ചോദിച്ചുള്ളത്. രണ്ടാമത്തത് വേസ്റ്റ് ഡിസ്പോസൽ ടു വെല്ലാണ്. അപ്പോൾ നമ്മളിത് മാച്ച് പ്രോപ്പർട്ടി എടുത്തു. ദെൻ വേസ്റ്റ് ഡിസ്പോസൽ, നമ്മുടെ ഇതാണ് വേസ്റ്റ് ഡിസ്പോസൽ ടു വെല്ലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. നമ്മളിത് ഇവിടെ മാച്ച് പ്രോപ്പർട്ടി എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, കോപ്പിയാണ് ചെയ്യണത്. MA എൻ്റർ കൊടുത്തു. നമ്മളത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ ബ്രഷിന്റെ സിമ്പിൾ വന്നിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തട്ടെ. പലരും ധൃതി പിടിച്ചത് പോകുമ്പോൾ അത് ചിലപ്പോൾ പേസ്റ്റ് ആവാറില്ല, അതൊരു എററാണ്. ജസ്റ്റ് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തു, അപ്പോൾ അത് വന്നു. ഇതേ കളർ മാറിയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ഫ്രം പ്രപ്പോസ്ഡ് വെൽ ടു പ്ലോട്ട് ബൗണ്ടറി. ഓക്കെ, അതിന് മുന്നേ നമുക്ക് താഴെ കൊടുത്തുള്ള ഓരോന്ന് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ഐഡിയ. ഡിസ്റ്റൻസ് ഫ്രം വേസ്റ്റ് പ്രപ്പോസൽ ടു പ്ലോട്ട് ബൗണ്ടറി, ഡിസ്റ്റൻസ് ഫ്രം സെപ്റ്റി ടാങ്ക് ടു പ്ലോട്ട് ബൗണ്ടറി, ഡിസ്റ്റൻസ് ഫ്രം ഓപ്പൺ വെൽ ടു സെപ്റ്റി ടാങ്ക്. നമ്മൾ ഓൾറെഡി വരച്ചു വെച്ചിട്ടാണ് അല്ലേ, ഓപ്പൺ വെല്ലിൽ നിന്ന് സെപ്റ്റി ടാങ്കിലേക്കുള്ള ഡിസ്റ്റൻസ്. നമുക്ക് അത് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, മാച്ച് പ്രോപ്പർട്ടി കൊടുത്തിടാം. ഓക്കെ, ഓർഡറിൽ തന്നെ ചെയ്താൽ മതി. ക്ഷമയോടെ ഞാനത് എൻ്റെ ഒരു എക്സ്പെരിമെന്റ് ബേസിൽ ഞാനത് ഓപ്പൺ തന്നെ ചെയ്തു പോവാണ്. ഓക്കെ, അത് കൊടുത്തു. ഇനി വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ വസ്തുക്കളും തമ്മിൽ നമ്മുടെ ബൗണ്ടറിയുമായിട്ടുള്ള മിനിമം ഡിസ്റ്റൻസ് കൂടി മാർക്ക് ചെയ്യാൻ അവർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലൈൻ്റെ ഡയമെൻഷൻ എടുക്കുക. ഇപ്പോഴത്തെ ഈ പറയുന്ന പ്രപ്പോസൽ വെല്ലും ഇത് തമ്മിലുള്ളത് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ മിനിമം ഡിസ്റ്റൻസ് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. സെപ്റ്റി ടാങ്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ വേസ്റ്റ് ബിറ്റ് തമ്മിൽ മാർക്ക് ചെയ്തു. ഇതൊക്കെയാണ് മിനിമം വേണ്ടത്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ശരിക്കും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇതൊക്കെ എക്സിസ്റ്റിംഗ് ആണ്. പ്രപ്പോസലുള്ള ആളുകൾക്കാണ് ഇത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ 1, 2 കഴിഞ്ഞു. മൂന്നാമത്തത് ഡിസ്റ്റൻസ് ഫ്രം ഓപ്പൺ വെൽ ടു പ്ലോട്ട് ബൗണ്ടറി. നമ്മുടെ പ്ലോട്ട് ബൗണ്ടറി ആയിട്ട് ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഡിസ്റ്റൻസ് ഫ്രം പ്ലോട്ട് ബൗണ്ടറി ടു. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ലെയർ കൊടുക്കുകയാണ്. മൂന്നാമത്തേൽ നമ്മൾ മാച്ച് പ്രോപ്പർട്ടി എടുത്തു. MA എൻ്റർ എടുത്തതിന് ശേഷം ഡിസ്റ്റൻസ് ഫ്രം പ്രപ്പോസ്ഡ് വെൽ ടു പ്ലോട്ട് ബൗണ്ടറി ക്ലിക്ക് ചെയ്യാണ്. നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്നത് ക്ലിക്ക് ചെയ്ത് സെലക്ട് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് പ്രശ്നമില്ലെന്ന് പറയാൻ എക്സിസ്റ്റിംഗ് ആയതുകൊണ്ട് ഒരു ഇഷ്യൂ ഇല്ല. നമുക്ക് മിനിമം ശരിക്കും 30 സെന്റിമീറ്റർ എങ്കിലും വേണമെന്നുണ്ട്, അവിടെ കണക്കുണ്ട് നമുക്ക്. അപ്പോൾ അത് നമുക്കിവിടെ ഇഷ്യൂ ഉള്ള കാര്യമില്ല. നമുക്കിപ്പോൾ സെപ്റ്റി ടാങ്ക് ആയിക്കോട്ടെ 30 സെന്റിമീറ്റർ മതി ഡിസ്റ്റൻസ്. നമുക്കിവിടെ എക്സിസ്റ്റിംഗ് ആയതുകൊണ്ട് അതിനെപ്പറ്റി വറീഡ് ആവണം. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം വേസ്റ്റ് പ്രപ്പോസൽ ടു വേസ്റ്റ് ബിറ്റും തമ്മിൽ വേസ്റ്റ് ബിറ്റും ബൗണ്ടറി തമ്മിൽ ഡിസ്റ്റൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ ഇത് എടുക്കുകയാണ്, അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഐഡിയ കിട്ടിയെങ്കിൽ ഇത് വേസ്റ്റ് ബിറ്റ് ആയിട്ടുള്ളത് കൊടുത്തു. ഇനി അടുത്തത് നമ്മുടെ സെപ്റ്റി ടാങ്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. നമുക്ക് നോക്കാം. അടുത്ത് ചെയ്യേണ്ടത് പ്രപ്പോസ്ഡ് വേസ്റ്റ് ഡിസ്പോസൽ ടു പ്ലോട്ട് ബൗണ്ടറി കൊടുത്തു. അടുത്തത് സെപ്റ്റി ടാങ്ക് ടു പ്ലോട്ട് ബൗണ്ടറി ആണ്. നമ്മൾ സെപ്റ്റി ടാങ്ക് ടു പ്ലോട്ട് ബൗണ്ടറി മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാം. സെപ്റ്റി ടാങ്ക് ടു പ്ലോട്ട് ബൗണ്ടറി ക്ലിക്ക് കൊടുത്തു. സോ ദെൻ ഇനി എന്തൊക്കെയാണ് മാർക്ക് ചെയ്യാനുള്ളത് നോക്കാം. താഴത്ത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തത് ഞാൻ ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, വളരെ സിമ്പിളായിട്ട് ഒന്നുകൂടി സമ്മറൈസ് ചെയ്യണം. നമ്മൾ ഓൾറെഡി നമുക്കുള്ള കിണർ, സെപ്റ്റി ടാങ്ക്, അതുപോലെ തന്നെ വേസ്റ്റ് ബിറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, അവർ പറയുന്ന ലെയറിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. എക്സിസ്റ്റിംഗ് ആണ്, പ്രപ്പോസിംഗ് ആണ്, കറസ്പോണ്ടിങ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അവ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ്, മെയിനായിട്ട് സെപ്റ്റി ടാങ്കും വേസ്റ്റ് ബിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കിണർ എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അതായത് ഡയമെൻഷൻ മാർക്ക് ചെയ്തു, ആ പറയുന്ന ലെയർ കോപ്പി ചെയ്തു, മെർജ് ചെയ്തു, അതായത് കോപ്പി ചെയ്ത് കൊടുത്തു. ഇനി ഇവ തമ്മിൽ പ്ലോട്ടുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഇത് കിണറും അതുപോലെ സെപ്റ്റി ടാങ്കും അതിൻ്റെ ഡ്രെയിനേജിൻ്റെ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ കൊടുത്തു. ഇവിടെ പ്രപ്പോസൽ അല്ലാത്തതുകൊണ്ട് അത് ഇവിടെ റെലവൻസ് ഇല്ല, ഇവിടെ എക്സിസ്റ്റിംഗ് ആയതുകൊണ്ട്. പ്രപ്പോസലാണ് കൃത്യമായിട്ട് അവിടെ മിനിമം വേണ്ട സെറ്റ് ബാക്ക് ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം അവിടെ കൊടുക്കുമ്പോൾ കേട്ടോ. പിന്നെ കിണറും സ്ട്രീറ്റ് നമ്മൾ ഡിസ്റ്റൻസ് ചോദിച്ചിട്ട് നമ്മൾ അതും കൊടുത്തു. അതിന്റെ കളർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഈ പറയുന്ന അഡീഷണൽ ആയിട്ടുള്ള എല്ലാ സൈറ്റ് പ്ലാനിലുള്ള കാര്യങ്ങളും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് ബൗണ്ടറിക്കുള്ള ഡിസ്റ്റൻസും മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ ഞാനൊരു കാര്യം പറയേണ്ടത്, സൈറ്റ് പ്ലാൻ വരയ്ക്കുമ്പോൾ ഇനീഷ്യലി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും നമ്മൾ അതിൽ മാർക്ക് ചെയ്യേണ്ട. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നതിനുള്ള ബോധം ഉണ്ടാവണം, അല്ലെങ്കിൽ വീണ്ടും അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് വീണ്ടും വരയ്ക്കേണ്ടി വരും. ഓക്കെ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ റിമൈൻഡ് ചെയ്താണ്. ഒരുപാട് വരച്ച എക്സ്പീരിയൻസ് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഇനീഷ്യൽ ഡ്രോയിങ്ങിൽ വേണ്ടതെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഒന്നുകൂടി അത് സമ്മറൈസ് ചെയ്തിട്ട് അത് പൊക്കോളും. ഇനി 10ാമത് പറയുന്നത് ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻസ് ആണ്. നമ്മളെ സംബന്ധിച്ച് ഇല്ല, അതുണ്ടെങ്കിൽ ആ ലൈൻ നമ്മളവിടെ കാണിച്ച് ആ കളർ അവിടെ നമ്മളവിടെ കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാണ്, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ഷെയ്ഡുകളും മറ്റു കാര്യങ്ങളാണ് അടുത്ത് നമുക്ക് പോകാനുള്ളത്. ഓക്കെ, സൺഷെയ്ഡ് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, സൺഷെയ്ഡ് ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ നമ്മുടെ ഡ്രോയിങ് എടുക്കുക സൈറ്റ് പ്ലാനിൽ. ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത എല്ലാ സൈറ്റ് പ്ലാനിലാണ് കേട്ടോ, മറക്കരുത്. സൈറ്റ് പ്ലാനിൽ നമുക്ക് സൺഷെയ്ഡ് വരച്ചിട്ടില്ല. വേണമെങ്കിൽ നമുക്കൊരു 60 സെന്റിമീറ്ററിൽ വേണമെങ്കിൽ ഒന്ന് ഓഫ്സെറ്റ് ചെയ്യാം. O എൻ്റർ കൊടുത്ത് 60 0.6 ഇട്ട് O എൻ്റർ 0.6. ഓക്കെ, കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വേണമെങ്കിൽ ഇത് ഓഫ്സെറ്റ് ചെയ്തിട്ട് ഒരു ക്ലോസ്ഡ് ബോൾ ഇങ്ങനെ വരച്ച് വയ്ക്കാം. നമ്മൾ
നമുക്ക് എന്ത് ചെയ്യാം, മറ്റേത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സൺഷെയ്ഡിന്റെ ബ്ലോക്ക് 1ന്റെ സൺഷെയ്ഡ് ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, മാച്ച് പ്രോപ്പർട്ടി എടുക്കാം. കൊടുത്തില്ലെങ്കിലും ഇഷ്യൂ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി കൊടുത്തു നോക്കുക. ഓക്കെ, ഇനി വല്ല എറർ വരുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാമല്ലോ. നമ്മളത് കൃത്യമായിട്ട് സൺഷെയ്ഡിന്റെ ലൈൻ എടുത്ത് കൊടുക്കുക. അപ്പൊ അത് പണി കഴിഞ്ഞു. ഇനി ഓപ്പൺ സ്റ്റെയർ കേസ് നമുക്കില്ല, ഉണ്ടെങ്കിൽ അതിന്റെ ഔട്ടറിൽ നമുക്ക് ഇത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാർക്കറ്റ്, അതായത് ബ്ലോക്സ് തമ്മിൽ ഡിസ്റ്റൻസുകൾ, നമ്മുടെ പ്ലോട്ടിൽ തന്നെ മറ്റൊരു ബിൽഡിംഗ് അതിലുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് തമ്മിൽ ഡിസ്റ്റൻസ് നമ്മൾ ഇതേ ഡയമെൻഷനിൽ അലൈൻഡ് നമ്മൾ ഡയമെൻഷൻ എടുത്തുകൊണ്ട് നമ്മൾ മിനിമം ഡയമെൻഷൻ മാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കറിയാം, 2 ബിൽഡിംഗ് തമ്മിൽ 10 മീറ്റർ താഴെയാണെങ്കിൽ 2 മീറ്ററും അതിന് മേലെയാണെങ്കിൽ 3 മീറ്റർ ഡിസ്റ്റൻസ് ഒരു പ്ലോട്ടിലെ ബിൽഡിംഗ്സ് തമ്മിൽ വേണമെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷനാണത്. നമുക്ക് ഇവിടെ നിലയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ഡയമെൻഷൻ ലൈൻ ഉപയോഗിച്ച് വരച്ചതിന് ശേഷം നമ്മളത് ഈ പറയുന്നത് നമ്മൾ സെറ്റ് ബാക്കിനൊക്കെ ചെയ്ത മാതിരി അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ പരിപാടി കഴിയും. ഓക്കെ, 11. പിന്നെ 12ാമത്തത് സോളാർ ആണ്. നമുക്കറിയാം, ഒരു 500 സ്ക്വയർ ഏരിയ വരുന്ന കണ്ടീഷനിലൊക്കെയാണ് ഈ പറയുന്ന സോളാർ അസിസ്റ്റൻസ് വേണ്ടത്. അതും നമുക്ക് ഇവിടെ നിലവിലില്ലെങ്കിൽ പോളിനായിട്ട് വരച്ചതിന് ശേഷം അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ആക്സസറി ബ്ലോക്സ്. ഇതും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും നമുക്കില്ല. നമ്മുടെ ഈ പറഞ്ഞ വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ആക്സസറി ബ്ലോക്സ് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് സൈറ്റ് പ്ലാനിൽ മാത്രം വരച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടിയും നിങ്ങൾ സമ്മറൈസ് ചെയ്ത് നോക്കുക സൈറ്റ് പ്ലാനിലുള്ളത്. അത്യം വലിയ കൺഫ്യൂഷൻ ആവാനില്ല. നമുക്ക് ആവശ്യമുള്ളത് എടുക്കണ്ടോ. ഓക്കെ, അപ്പോൾ 3 to അതുപോലത്തെ 3 to 13 വരെ നമുക്ക് സൈറ്റ് പ്ലാനിലാണ് വരയ്ക്കേണ്ടത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഫ്ലോർ പ്ലാൻസ് ആണ്. അതായത് നമ്മുടെ പ്ലാനിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് 14ാമത്തെ ബിൽറ്റ് അപ്പ് ഏരിയ ആൻഡ് ഓക്യുപ്പൻസി ആണ് പറയുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് 2-3 ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതില് 2ാമത്തെ എക്സിസ്റ്റിംഗ് ആണ് നമുക്ക് ആവശ്യമില്ല. പിന്നെ റെഗുലൈസേഷൻ ആണ് 3ാമത്തെ. ഇത് രണ്ടും ആവശ്യമില്ല. അപ്പൊ ആലോചിക്കുക, കാസ്മാർട്ടിലെ റെഗുലൈസേഷനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ചിന്തിച്ച് വെക്കുക കേട്ടോ. പലരും അത് ചോദിക്കാറുണ്ട്. അപ്പൊ അതിവിടെ ഒരു സൊല്യൂഷൻ ആയി. ഇനി നമുക്ക് പ്രപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പ്രപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ ഉള്ള ഏരിയ, നമുക്കിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും പ്രപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, അതിന് ചുറ്റൂർ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോളിലൈൻ ക്ലോസ്ഡ് പോലെ ഇട്ട് വയ്ക്കുക. നമ്മുടെ പ്ലാനിലാണ് ഇനി വരയ്ക്കേണ്ടത് കേട്ടോ. ഇതേ പ്രപ്പോസ്ഡ് കൺസ്ട്രക്ഷന്റെ ചുറ്റും ഞാൻ പോളിലൈൻ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വരച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ. എല്ലാം ഉൾപ്പെടുത്തി. ഇവിടെ നമ്മൾ ഓപ്പൺ ടെറസ് അല്ല, ഇവിടെ നമ്മളൊരു ഹോള് പോലെയാണ് വീട്ടുകാർ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഇത് രണ്ടിനും നമുക്ക് ആ പറയുന്നത് മെർജ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ മെർജ് ചെയ്യാം? നമ്മുടെ ലെയർ എടുത്തു, നമ്മുടെ പ്രപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ എന്നുള്ളതിൽ ഫ്ലോർ 0 ഫ്ലോർ 1 അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഫ്ലോർ 0 കൊടുത്തു. തെറ്റരുത്, ഒരുമിച്ച് കൊടുക്കരുത്. നമ്മൾ ഫ്ലോർ 0 കൊടുത്തിട്ട് നമ്മൾ ഫ്ലോറിന്റെ ഔട്ടറിൽ നമ്മൾ എടുത്തു കൊടുത്തു. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഫ്ലോർ 1 എന്നുള്ളത് എടുക്കുക. ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോർ 1 ആണ് ഫസ്റ്റ് ഫ്ലോർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അത് MA എൻ്റർ കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ സെലക്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ടുപോയിട്ട് അത് ക്ലിക്ക് ചെയ്ത് വെച്ച് ആദ്യം വരയ്ക്കുക, എന്നിട്ട് മെർജ് ചെയ്യുക. അപ്പോൾ ആ പണി കഴിഞ്ഞു. ഇനി നമുക്ക് വരണം, നമുക്കറിയാം വരാന്തകളിലും അതുപോലെ തന്നെ ചില കോറിഡോർ ഇതൊക്കെ വരുന്നതിൽ നമുക്ക് 50% ഡിഡക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എത്ര ഏരിയ നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ടത് ആ ഏരിയ നമ്മൾ വരച്ചു കൊടുത്ത് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമുക്ക് ഇവിടെ സിറ്റ് ഔട്ട് ഓപ്പൺ ആണ്, നമുക്ക് വേണമെങ്കിൽ ഡിഡക്ട് ചെയ്യാം. അതിൽ ഡിഡക്ട് ചെയ്യേണ്ട ഏരിയ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ വരച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ പറയുന്ന ഒരു അല്ലെ റോഡ് പോലെ കാണുന്നത് അല്ലെ, നമുക്കതിനെ മൊത്തം ഡിസ്റ്റൻസ് അറിയാം. അതിന്റെ പകുതിയിലേക്ക് നമ്മൾ ഓഫ്സെറ്റ് ചെയ്തിട്ട് നമ്മൾ ലൈൻസ് ഓഫ്സെറ്റ് ചെയ്ത് വരയ്ക്കാം. അത് നമ്മൾ എന്ത് ചെയ്യുക, പോളിലൈൻ ക്ലോസ്ഡ് പോളി എടുത്ത് വരച്ച് വെച്ചേക്കാണ് ഞാൻ. അപ്പൊ എവിടെയാണ് നമുക്ക് സ്പേസിൽ 50% കളയേണ്ടത്, നമുക്ക് മാനുവലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മൾ സിറ്റ് ഔട്ട് മൊത്തത്തിലുള്ള ഏരിയ നമുക്ക് കുറയ്ക്കേണ്ട 50% മാത്രമേ വേണ്ടോ. അതുകൊണ്ട് 50% ഏരിയ ഞാൻ അതിന്റെ വരച്ചു വെച്ചു. അത് ഓഫ്സെറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ ലൈൻസ് വരച്ചത്. അതിനുശേഷം നമ്മൾ പോളിലൈൻ ഇട്ടുകൊണ്ട് മൊത്തമായിട്ട് അത് ക്ലോസ് ആക്കി വെച്ചു. ഓക്കെ, ക്ലോസ്ഡ് പോളി ആക്കി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഏരിയ നമുക്ക് ഏരിയയിൽ വരേണ്ട അതിന്റെ 50% കളയേണ്ടതാണ്. അപ്പൊ നമ്മൾ സിറ്റ് ഔട്ടിന്റെ 50% വരച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിന്റെ മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഡിഡക്ട് ചെയ്യേണ്ട ഏരിയ നമ്മൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഡിഡക്ട് ചെയ്യേണ്ട ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മൾ ആ പണിയും കഴിഞ്ഞു. അപ്പോൾ ആ സെക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിൾ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എക്സിസ്റ്റിംഗ് നമുക്കില്ല, അതുപോലെ തന്നെ റെഗുലൈസേഷൻ നമുക്കില്ല. അപ്പോൾ 2 വിട്ടു. 14 കഴിഞ്ഞു. 15ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ ആണ്. ഇപ്പൊ നമുക്ക് ഒന്നിലധികം കിച്ചൺ ഉണ്ടോ അല്ലെങ്കിൽ സ്പ്ലിറ്റുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാനാണ് ഈ പറയുന്ന ഓപ്ഷൻ കൊടുക്കാൻ പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്നുമില്ല, നമ്മുടെ പ്രോപ്പർട്ടിയിൽ നമ്മുടെ പ്ലാനില് കിച്ചൺ ഉള്ള സ്ഥലം എടുത്ത് നമ്മൾ കിച്ചണും വർക്ക് ഏരിയ ഉൾപ്പെടെ നമ്മളൊരു പോളിലൈൻ അല്ലെ റെക്ടാങ്കിൾ അല്ലെ പോളിലൈനായിട്ട് വരച്ച് വെക്കുക. ഇതാണ് കിച്ചണും വർക്ക് ഏരിയ ഒക്കെ ഈ പാചകവുമായി ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ടാണ് വർക്ക് ഏരിയ കൂടി കൺസിഡർ ചെയ്തത് കേട്ടോ. ഇന്ന ഡയമെൻഷൻ നമ്മൾ വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ സെയിം ആ പറയുന്ന കിച്ചൺ എന്ന് പറഞ്ഞ എടുത്തിട്ട് ശേഷം നമുക്കിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ആണ്, അതുകൊണ്ട് ഫ്ലോർ 0 വരുന്നത് കേട്ടോ. അത് എപ്പോഴും എടുക്കുമ്പോൾ തെറ്റുന്നുണ്ട് പലർക്കും, അത് ശ്രദ്ധിച്ചോളൂ. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന കിച്ചൺ എന്നുള്ള വരച്ചോട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി.
സോ 15 വരെ കഴിഞ്ഞു. നെക്സ്റ്റ് 16-ാമത്തെയാണ്. 16-ാമത്തെ സ്റ്റെയർ കേബിനാണ്. സ്റ്റെയർ കേബിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും സ്റ്റെയർ കേസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒരു പോളിലായിട്ട് ഇങ്ങനെ ഔട്ടർ ലൈൻ മാത്രം ഇങ്ങനെ വരച്ച് വെച്ചേക്കാണ്. സ്റ്റെയറിൻ്റെ ഔട്ടർ ലൈൻ നമ്മളിങ്ങനെ പോളിലായിട്ട് വരച്ച് വെച്ചു. അതുപോലെ തന്നെ നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട് സ്റ്റെയറിൻ്റെ പോർഷൻ കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ റെസിഡൻഷ്യൽ പ്രോജക്റ്റിലൊന്നും അത്ര റിലവൻസി ഇല്ല, നമ്മളിപ്പോൾ IBOS അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇതിൽ സ്റ്റെയർ 1 എന്നുള്ള സെക്ഷനിൽ എടുക്കുക. അതിൽ ഒത്തിരി ഫ്ലോറുകൾ പറയുന്നുണ്ട്. ഗ്രൗണ്ട് ടു 10 നില വരെയുള്ള പറഞ്ഞിട്ടുണ്ട്. താഴേക്കുള്ളതും 3 നില വരെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ആണ്, ഫ്ലോർ 0 ആണ്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് 1 നമുക്കൊരു ബ്ലോക്ക് 1 ആണ് ബിൽഡിംഗ്, 2 ബിൽഡിംഗ് ഇല്ല. ബ്ലോക്ക് 1 0 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നോക്കി പിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പലപ്പോഴും ഇതിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മളത് എന്ത് ചെയ്യുക, ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തത് ഫസ്റ്റ് ഫ്ലോറിന് സെലക്ട് ചെയ്യാം. ഓക്കെ, വളരെ ശ്രദ്ധാപൂർവ്വം ഫ്ലോർ 1 എന്നുള്ളത് എടുക്കുക. ഓക്കെ, MA എൻ്റർ എടുത്തതിന് ശേഷം ഫ്ലോർ 1 സെലക്ട് ചെയ്യാം. ദെൻ നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റ് പറ്റിൻ്റെ അശ്രദ്ധ വന്ന് തെറ്റ് പറ്റിയെങ്കിൽ പേടിക്കേണ്ട, കൺട്രോൾ സെറ്റ് അടിച്ച് ബാക്കോട്ട് പോകുക, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ഒന്നുകൂടി കൊടുത്താൽ മതി. അത്ര പാനിക്കാവേണ്ട കാര്യമില്ല. ഇപ്പോൾ 2 സ്റ്റെയർ കേസുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അതോടെ നമ്മുടെ സ്റ്റെയർ കേബിൻ എന്നുള്ള സെക്ഷൻ 16-ാമത്തെ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ സെക്ഷനിൽ വരയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് 17-ാമത്തെ പോകുന്നത് കേട്ടോ. അതിലേക്ക് കിടക്കാം. നെക്സ്റ്റ് നമ്മൾ 17th കഴിയാറായി. ഗ്രൗണ്ട് ലെവൽ ആൻഡ് റൂഫ് ലെവൽ, ബിൽഡിംഗ് ഹൈറ്റ്, 3 കാര്യങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബിൽഡിംഗ് നോക്കുക, ബിൽഡിങ്ങിൽ സെക്ഷൻ നോക്കുക. സെക്ഷനിലാണ് മാർക്ക് ചെയ്യേണ്ടത്. നമുക്കൊരു സ്ലോപ്പഡാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആവറേജ് ഹൈറ്റ് നമ്മൾ ഒരു ലൈൻ വരച്ച് വെച്ചു. സാധാ ലൈൻ എടുത്ത് വരച്ച് വെച്ചു. ശ്രദ്ധിക്കുക, പോളി ലൈൻ അല്ല കേട്ടോ, ഓപ്പൺ പോളിയൊന്നും ഇല്ല ഇതിൽ. താഴെ അതുപോലെ തന്നെ നമ്മളൊരു ലൈൻ വരച്ച് വെച്ചു. അത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൻ്റെ ലൈനാണ്. സാധാ ലൈൻ എടുത്ത് വരച്ചു. ഇതേ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമ്മൾ നമ്മുടെ സുവേഗ എന്ന് പറയുന്ന അത് വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ 2 തമ്മിലുള്ള ഹൈറ്റ്, ഈ 3 കാര്യങ്ങൾ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇതെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം വേണ്ടത് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് നമുക്ക് ബ്ലോക്ക് 1 ആണ്. MA എൻ്റർ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, MA എൻ്റർ എടുത്തതിന് ശേഷം ജസ്റ്റ് അതിലേക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി റൂഫ് ലെവലും ഗ്രൗണ്ട് ലെവലും മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് വന്നിട്ടുള്ളത് ഇത് അടുത്തത് നോക്കുക, പ്രപ്പോസ്ഡ് ഗ്രൗണ്ട് ലെവലാണ്. ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ MA എൻ്റർ എടുക്കുക. ഇത് ഗ്രൗണ്ട് ലെവലിൻ്റെയാണ്. അപ്പോൾ നമ്മളെടുത്തു. നമ്മൾ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ ഇതിൻ്റെ ഈ ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ലൈൻ ഉണ്ട്, പോളി ലൈൻ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. പലർക്കും അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. താഴെ പറയണമെങ്കിൽ റൂഫ് ലെവലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ MA എൻ്റർ എടുക്കുക, റൂഫ് ലെവൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ജസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് റൂഫ് ലെവൽ ടോപ്പിൽ കൊണ്ടുപോയിട്ട് റൂഫ് ലെവൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതോടെ ആ പണി കഴിഞ്ഞു. ആ പണിയിൽ എല്ലാ പണിയും കഴിഞ്ഞു പറയാം. നെക്സ്റ്റ്, കാരണം 18s നമുക്ക് ആവശ്യമുള്ളതല്ല, നമുക്കത് വെർട്ടിക്കൽ ക്ലിയറൻസ് അങ്ങനെ വല്ലതും ഉണ്ടാക്കിയാണ് ഇത് ആവശ്യമുള്ളത്. നമുക്ക് നോർമലി ആവശ്യം വരാറില്ല. സോ നമ്മൾ 1 നിന്നും തുടങ്ങി 17 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 18 നമുക്ക് ആവശ്യമില്ല, 18 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ വരച്ച പ്രകാരം നമ്മുടെ ഡ്രോയിങ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് ഡ്രോയിങ് കാണാൻ സാധിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഒരുവിധം റെഡി ആയെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഫയലിൽ സേവ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, DX ഫയലായിട്ട്, ഇപ്പോൾ നമ്മൾ DWG അല്ല, DX ഫയൽ, താഴെ കാണുന്ന DX ഫയലുകളിൽ നമുക്കൊരു 2010 മതി. ഓക്കെ, DX ഫയൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എവിടെ വെച്ചാൽ കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് അത് സേവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, അതൊന്ന് DX ഫയലായിട്ട് സേവ് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് അതിൻ്റെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ തൊട്ടുള്ളതാണ് ഇനി അടുത്ത കാര്യങ്ങൾ. നമ്മുടെ K-Smartന്റെ നമ്മുടെ ലൈസൻസ് രജിസ്ട്രേഷൻ കഴിഞ്ഞ ആളുകൾക്ക് അതിൽ ലോഗിൻ ചെയ്തിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയൽ ഇട്ട് കൊടുത്ത് ചെക്ക് ചെയ്യാം. അതിൽ വല്ല എറർ ഉണ്ടോ എന്ന് അവരത് പറഞ്ഞു തരും. അങ്ങനെ എറർ ഉണ്ടെങ്കിൽ വീണ്ടും കറക്റ്റ് ചെയ്ത് വീണ്ടും ചെക്ക്, എത്ര വേണം ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെക്ക് ചെയ്ത സംഭവമാണ് നമ്മൾ എന്തിലേക്ക് സബ്മിറ്റ് ചെയ്യുക, പ്ലാൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിലിമിനറി ഡ്രോയിങ് കഴിഞ്ഞാൽ DX ഫയൽ സേവ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെക്കിങ്ങിന് പോകണം നെക്സ്റ്റ് സെക്ഷനായിട്ട് കേട്ടോ. K-Smartന് ആവശ്യമായ ഡ്രോയിങ് നമ്മൾ DX ഫയലായിട്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ചെക്ക് ചെയ്യാനൊരു പ്രൊവിഷൻ ഇവർ തന്നിട്ടുണ്ട്. അതിനുവേണ്ടി ലൈസൻസ് അവരെ ഇതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം സർവീസസ് എടുക്കുക. അതിൽ ബിൽഡിംഗ് പെർമിഷൻസ് എടുത്തതിന് ശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ സ്ക്രൂട്ടനൈസ് യുവർ ബിൽഡിംഗ് പ്ലാൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളത് എടുത്ത് നോക്കുക. ഓക്കെ, ക്ലിക്ക് ചെയ്തതിനു ശേഷം സ്ക്രൂട്ടനൈസ് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, DX ഫയലായിരിക്കണം. അതിൽ നമ്മൾ സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഫയൽ, നമ്മൾ വരച്ച് വെച്ചുള്ള ഫയൽ എന്ത് ചെയ്യാം, നമ്മൾ അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക.
ഷുവർ? യെസ്, നമ്മൾ യെസ് കൊടുത്തു. ഇവിടെ വല്ല എന്തെങ്കിലും ഓൺലൈൻ നെറ്റ്വർക്ക് എററൊക്കെ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്യൂസ് കാണിക്കാം. അത് നമ്മൾ വെയിറ്റ് ചെയ്യുക. സെർവർ ഡൗൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ റിസൾട്ട് കിട്ടത്തില്ല. ഇനി എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവരതിന്റെ റിപ്പോർട്ട് തരും. റിപ്പോർട്ട് വായിച്ച് നോക്കിയിട്ട് കറക്ഷൻസ് ചെയ്തിട്ട് ഒന്നും കൂടി അതിൽ അപ്ലോഡ് ചെയ്ത് ഇത് അപ്രൂവ് ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ നമ്മുടെ ഫയൽ ഒരു ഇതും കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ സബ്മിറ്റിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിന്റെ റിപ്പോർട്ട് നോക്കാം. ഇതിന്റെ റിപ്പോർട്ട് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും, പെർമിറ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. കാരണം അടുത്ത അപ്ലിക്കേഷൻ കൊടുക്കുന്ന പ്രൊസീജിയർ ഫോളോ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ബിൽഡിംഗ് പ്ലാൻ EDCR സ്ക്രൂട്ടിനിറ്റി ഈസ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് എററുകളൊന്നും ഇല്ല. എററുകൾ ഉണ്ടെങ്കിൽ നമുക്ക് റിജക്റ്റഡ് കൊണ്ടുവരും. നമുക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടും. നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് അത് വീണ്ടും സബ്മിറ്റ് ചെയ്ത് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കിവിടെ സ്ക്രൂട്ടിനിറ്റി റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിവിടെ സ്ക്രൂട്ടിനിറ്റി റിപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പ്രിന്റ് അടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കംപ്ലീറ്റ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ബിൽഡിംഗ് ഏരിയ, കവേർഡ് ഏരിയ, എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം അതൊക്കെ നോക്കുക. ദെൻ ഈ സൈഡുകൾ, പിന്നെ FSI കവറേജ്, എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിന്റ് അടിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ് PDF ഡ്രോയിങ്സ് നോക്കണമെങ്കിൽ നമുക്കിത് നമ്മുടെ 4 ഷീറ്റ്, സൈറ്റ് പ്ലാന്, സർവീസ് പ്ലാന്, ബിൽഡിംഗ് പ്ലാന്, യൂട്ടിലിറ്റി പ്ലാന്, സ്ക്രൂട്ടിനിറ്റി റിപ്പോർട്ട്, ഇതൊക്കെ നമുക്ക് പ്രിന്റ് അടിക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് ടാബിൽ വരുന്നുണ്ട്. നമുക്കത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് അടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡൗൺലോഡ് ഓൾ എന്നുള്ള കൊടുത്താൽ നമുക്കത് മൊത്തം പ്രിന്റ് അടിക്കാൻ സാധിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ആ വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിൽഡിംഗ് പെർമിഷൻസിൽ ഈ പറയുന്ന പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ നമ്മൾ എംപാനൽ ലൈസൻസ് വെച്ചിട്ട് നമ്മുടെ 7 മീറ്ററിന് താഴെയും 300 സ്ക്വയറിന് താഴെ വരുന്ന ലോറസ് കാറ്റഗറിയിലുള്ള ബിൽഡിങ്ങിന് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് എംപാനൽ ലൈസൻസ് വേണമെന്നാണ് ഗവൺമെന്റ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള ആളുകൾക്ക് അങ്ങനെ 1 ഡേ പെർമിറ്റ് പോലെ നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുവഴി കൃത്യമായിട്ട് കൊടുത്താൽ നമുക്ക് ഇന്ന് തന്നെ അല്ലെങ്കിൽ 1 ഡേക്കുള്ളിലാണ് വന്ന് കിട്ടും. അതിന്റെ പെർമിറ്റ് നമുക്ക് ഇഷ്യൂഡ് ആവും. പിന്നെ ബിൽഡിംഗ് ജനറൽ പെർമിറ്റ്, നമുക്ക് സാധാരണ ലോറസ് കാറ്റഗറി അല്ലാത്ത കെട്ടിടങ്ങൾ നമ്മുടെ സാധാരണ RJD ലൈസൻസുള്ള ആളുകൾക്ക് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണിത്, ജനറൽ പെർമിറ്റ്. ദെൻ ബിൽഡിംഗ് പെർമിറ്റ് അണ്ടർ സ്കീംസ് വെച്ചാൽ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ പദ്ധതിയിലുള്ള വീടുകൾ, അതുപോലെ ലൈഫ് പദ്ധതിയിലുള്ള വീടുകൾ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇത്തരത്തിലുള്ള നൂലാമാലകളൊന്നും ഇല്ല. നമുക്ക് ഒരു അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന പോലെ അതിലൂടെ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ സ്കീമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ കൊടുക്കാം. ഇത്തരം പണികളൊന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് മാനുവൽ മോഡിൽ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് അതിന്റെ. പിന്നെ പ്ലോട്ട് ഡിവൈഡിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലാൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്കിവിടെ ആവശ്യം ഇപ്പോൾ വീടാണ്, സെൽഫ് സർട്ടിഫൈഡ് എന്നുള്ള സെക്ഷൻ വഴി നമുക്ക് മുന്നോട്ട് പോകാനാണ്. നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഒരു ടാബിൽ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കണം ഒരു തവണയെങ്കിലും. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ വേണ്ടത് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. DSF ഫോർമാറ്റിലെ ഡ്രോയിങ്, EDCR ഉള്ളത് ഡ്രോയിങ് വേണം, പൊസിഷൻ സർട്ടിഫിക്കറ്റ് കൈവശം, ലാൻഡ് ടാക്സ്, ലൈസൻസിയുടെ ഡീറ്റെയിൽസ്, NOC എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ലാൻഡ് ഡീഡ്, ആധാരത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ളത് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിന് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് അറിയണമെങ്കിൽ ഈ പട്ടികയിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഒരു തവണയെങ്കിലും വായിച്ചു നോക്കുക നമ്മൾ കേട്ടോ. നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിൻഡോ വന്നു. ഇതിൽ നമുക്കത് 1 to 10 താഴെ വരെയുള്ള 9 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ അത് ഓരോന്നായി നമ്മൾ കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് വരുന്നത് നെയിം ഓഫ് ദി പ്രോജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ റെസിഡൻഷ്യൽ എന്ന് വേണമെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. റെസിഡൻഷ്യൽ അല്ലെങ്കിൽ മിസ്റ്റർ പേര് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ടൈറ്റിൽ ഓഫ് പ്രോജക്റ്റ് എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. നമുക്കത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് പ്രൊസീഡ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ പ്രൊജക്ടിന്റെ ടൈറ്റിൽ ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം, ഒരു നെക്സ്റ്റ് ടാബ്. അപ്പൊ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ടിക്ക് വന്നിട്ടുണ്ട് പ്രൊജക്ട് ഡീറ്റെയിൽസിൽ. അടുത്ത് ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. നമുക്ക് ഇതൊക്കെ നിങ്ങളുടെ ഡിപ്പെൻഡബിൾ ആണ് ഓരോരുത്തർക്ക്. അത് നമ്മൾ ഡോക്യുമെന്റ് പ്രകാരം ചെക്ക് ചെയ്ത് കൊടുക്കുക. മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ കൊടുക്കുക. നമുക്ക് ഇപ്പൊ ഞാൻ ഗുരുവായൂർ കൊടുക്കുകയാണ്. ജസ്റ്റ് സേവ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോ ആ സെക്ഷൻ കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഒരു ഇന്റർനെറ്റിന്റെ കണക്ഷന്റെ എറർ ഉള്ളതുകൊണ്ട് ഇവിടെ സേവ് ആയിട്ടില്ല. നമ്മൾ ഒന്നുകൂടി വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ അത് കറക്റ്റായി വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ബിൽഡിംഗ് നമുക്ക് ഒന്നിലധികം ലോക്കൽ ബോഡി ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സാധാരണഗതിയിൽ വേണ്ടി വരില്ല, എന്നാലും വലിയ പ്രോജക്റ്റുകളൊക്കെ ചിലപ്പോൾ അത് വേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ ആഡ് മോഡ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. നമുക്കുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ക്യാപ്ചർ ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് നമ്മുടെ ലൊക്കേഷൻ പ്ലോട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഉപകാരങ്ങൾ ഇതുകൊണ്ട്. കാരണം നമുക്ക് ഭാവിയിൽ ഇപ്പോൾ ഓവർസിയർക്ക് സൈറ്റ് ഇൻസ്പെക്ഷൻ വരണം.
ആരെയും ആശ്രയിക്കാതെ നമുക്ക് അദ്ദേഹത്തിന് തന്നെ ആ ഫൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലോട്ടിലേക്ക് ആൾക്ക് ഗൂഗിൾ മാപ്പ് വഴി ഡീറ്റെയിൽസ് എത്തും. അവർക്ക് സിമ്പിൾ ആയിട്ട് ഒരാളുടെ പരസഹായം കൂടാതെ എത്താൻ സാധിക്കും. പലപ്പോഴും കീ പ്ലാനുകളൊക്കെ നമ്മൾ വരയ്ക്കുന്നത് പ്രോപ്പർ ആയില്ലെങ്കിൽ അവർക്ക് എത്തിച്ചേരാൻ നമ്മുടെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ അതൊന്നും വേണ്ട, അവർക്ക് ഗൂഗിൾ മാപ്പ് വഴി അവർക്ക് എത്താൻ സാധിക്കും കൃത്യമായിട്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പ്ലോട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് മാത്രമല്ല, അതിന്റെ മറ്റ് ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, റെയിൽവേ ലൈൻ പോകുന്നുണ്ടോ, മറ്റേ ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ടോ, മറ്റേ CR-Z പ്രശ്നമുണ്ടോ, മറ്റേ സെക്യൂരിറ്റി സോൺ ആണ്, ഇതൊക്കെ ഇവിടെ അവർ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും NOC വേണമെങ്കിൽ അവിടെ ഇവിടെ വെച്ചിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, നമ്മൾ സെർച്ച് എന്നതിൽ നമുക്ക് നമ്മുടെ ഏരിയ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോ ഒരു ഡമ്മിയാണ് വെറുതെ ഇടുന്നത് കേട്ടോ. ഓക്കെ, ഒന്നും പ്രോപ്പർ ആയിട്ടല്ല. നമ്മളിതിൽ എവിടെയാണ് നമ്മുടെ പ്ലോട്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സൂം ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അടിച്ചത് ഗുരുവായൂരായതുകൊണ്ട് പ്ലോട്ട് കിട്ടാൻ പാടാണ്. ജസ്റ്റ് സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നീക്കി പാൻ ചെയ്തൊക്കെ കൃത്യമായിട്ട് വെക്കാം. എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നമുക്ക് ക്യാപ്ചർ പ്ലോട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്ലോട്ട് നമ്മൾ ജസ്റ്റ് ക്യാപ്ചർ ചെയ്ത് വെക്കുക. നമ്മളിങ്ങനെ വരയ്ക്കുക കൃത്യമായിട്ട്. വന്നിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക് ആയിക്കോളും, ക്യാപ്ചർഡ് ആയി. നമ്മൾ എന്താണ് പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വീടിന്റെ ഇപ്പൊ നമുക്ക് പ്രൊജക്ടിന്റെ ഹൈറ്റ് നമുക്കറിയാം 7 മീറ്റർ താഴെയാണ്. അപ്പോൾ നമ്മൾ 6.95 ആയതുകൊണ്ട് 6.95 മീറ്ററിൽ നമ്മൾ കൊടുത്തു ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കാരണം പ്രൊജക്ടിന്റെ ഹൈറ്റും ആ പ്ലോട്ടും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. പഴയ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ കൊടുക്കേണ്ടത് പ്രൊജക്ട് നെയിം ആണ്. അപ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ എന്നുള്ള ഒരു പ്രൊജക്ട് നെയിം നമ്മൾ കൊടുത്തു. ഹൈറ്റ് താഴെയാണ് കൊടുക്കേണ്ടത് കേട്ടോ, ഞാൻ മേലെ തെറ്റി കൊടുത്താണ്. 6.95 എന്നുള്ള ഹൈറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ പിന്നെ നമുക്കൊന്ന് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഉണ്ട് ഇതിൽ. ജസ്റ്റ് നമ്മൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് കൊടുക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലും NOC വേണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. NOC വേണോ, റെയിൽവേയുടെ എന്നോ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. റെയിൽവേ എന്നുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഇതിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവർ കേട്ടോ. ലാൻഡ് സ്ലൈഡ് സോൺ ആണോ, അതൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക. നമ്മളത് പ്ലോട്ടോടെ വളരെ ഡിഫൈൻഡ് ആയി. ഇനി നമുക്ക് പ്രിന്റ് അടിക്കണമെങ്കിൽ പ്രിന്റ് അടിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പഴയ വീഡിയോ നോക്കിയാൽ മതി നിങ്ങൾ. ഇപ്പൊ നമുക്ക് അതിന്റെ ഇത്രയും നമ്മൾ ചെയ്യണ്ടോ. ഇനി ഇത് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കാരണം ഇതിലിപ്പോൾ എക്സ്ക്യൂസ് ഉണ്ട്. നമുക്ക് നേരെ പ്ലോട്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് പോകാൻ പറ്റും. ഇനി ഭാവിയിൽ അത് കമ്പൾസറി ആക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇത്രയും ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്തായി, ആ പറയുന്നത് ക്യാപ്ചർ ലൊക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്ലോട്ട് ഡീറ്റെയിൽസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലോട്ട് ഡീറ്റെയിൽസ് എടുക്കുക. ലോക്കൽ ബോഡി നമ്മൾ കൊടുക്കുക, അതുപോലെ തന്നെ താലൂക്ക്, വില്ലേജ്, ഇതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഡമ്മി കൊടുക്കണേ. വാർഡ് നമ്പർ, പിന്നെ അംശം, ദേശം എന്നുള്ളത് മാൻഡറ്ററി അല്ല, അതുകൊണ്ടാണ് സ്റ്റാർ കാണാത്തത്. സ്റ്റാർ ഉള്ളതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. ദെൻ ഡീഡ് നമ്പർ, നമ്മുടെ ആധാരത്തിന്റെ നമ്പർ നമ്മൾ ഒരു നമ്പർ കൊടുക്കുക. രജിസ്ട്രേഷൻ ഡേറ്റ്, നമ്മൾ എന്നാണ് രജിസ്ട്രേഷൻ നടന്നുള്ള ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ദെൻ അതിനുശേഷം രജിസ്റ്റർ ഓഫീസ് ഏതാണെങ്കിൽ നമ്മൾ അതും സെലക്ട് ചെയ്ത് കൊടുക്കുക, രജിസ്റ്റർ ഓഫീസ്. ദെൻ പൊസഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ, നമ്മൾ പൊസഷൻ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവർ പൊസഷൻ തന്നുള്ള ഡേറ്റ് എന്നാണ് വെച്ചാൽ ആ ഡേറ്റ് കൊടുക്കുക. പേപ്പർ നമ്പർ നമുക്ക് ആ പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, നമ്മൾ ജസ്റ്റ് കൊടുക്കുക. ഏരിയ നമ്മൾ എത്രയാണോ നമ്മുടെ പ്ലോട്ടിന്റെ ഏരിയ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. M² ദെൻ നമ്മുടെ ലാസ്റ്റ് കിട്ടിയ റിപ്പോർട്ടിലും മറ്റും ഏരിയകളും ക്രോസ് ചെക്ക് ചെയ്തോട്ടെ പ്രത്യേകിച്ച്. പിന്നെ ടൈപ്പ് ഓഫ് ഓണർഷിപ്പ്, നമുക്കിപ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണോ ഓണർഷിപ്പ്, പബ്ലിക് ആണോ, പാർട്ണർഷിപ്പ് ആണോ, കമ്പനി ആണോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്കിപ്പോൾ വീടാണെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണ്. ദെൻ നമ്പർ ഓഫ് ഓണേഴ്സ്, ഇപ്പോൾ ഒരാളാണ് ഓണർ ഉള്ളെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഞാൻ എൻ്റെ അതേഴ്സ് ഉണ്ടെങ്കിൽ എത്ര നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ അത് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ മാൻഡറ്ററി ഉള്ള കാര്യങ്ങൾ സ്റ്റാർ ഇട്ടുണ്ടാകും, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ സേവ് അടിച്ചാൽ മതി. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അത് ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽസ് ഓഫ് പ്ലോട്ടിൽ ഇനി കുറച്ച് കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട്. ടൈപ്പ് ഓഫ് ലാൻഡ് ആസ് പെർ BTR, നമ്മുടെ പൊസിഷനിൽ ഉണ്ടാവും, നിലമാണോ പുരയിടാണോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ഓഫ് ഡാറ്റ ബാങ്കിൽ നമുക്ക് എന്താണെന്നുള്ളത് ഇപ്പോൾ നോട്ട് അപ്ലിക്കബിൾ ആണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുത്താൽ മതി, പാടി അല്ലെങ്കിൽ. പിന്നെ നമുക്ക് റിസർവേ നമ്പർ ആണ് സർവേ നമ്പർ ആണ് നോക്കുക. റിസർവേ ഇത് നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ റിസർവേ നമ്പർ, നമുക്കൊരു ആ പ്ലോട്ടിന്റെ സർവേ നമ്പറും അതുപോലെ തന്നെ സബ് ഡിവിഷൻ നമ്മൾ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ബ്ലോക്ക് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പൊസിഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പൊസിഷൻ നോക്കിയിട്ട് ബ്ലോക്ക് നമ്പർ കൊടുക്കുക. ഞാനിതൊക്കെ ഡമ്മി കൊടുക്കണം കേട്ടോ. ഒരു പൊസിഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച് നിങ്ങൾക്ക് ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ പ്ലോട്ടിന്റെ ഏരിയ നമുക്കൊന്നുകൂടി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും സേവ് അടിക്കുക. ദെൻ ഇതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡീഡ്, ആധാരത്തിന്റെ ഡോക്യുമെന്റ് കൃത്യമായിട്ട് IBS ചെയ്ത പോലെ തന്നെ ബോത്ത് സൈഡ് നമ്മൾ എടുത്തതിന് ശേഷം അതിൽ അറ്റാച്ച് ചെയ്യാം. പൊസിഷൻ സർട്ടിഫിക്കറ്റ് PDF ഫയൽ ആയിട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ദെൻ അതുപോലെ ലാൻഡ് ടാക്സ്, പിന്നെ എന്തെങ്കിലും അതേഴ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് നെക്സ്റ്റ് കൊടുക്കുക. പ്ലോട്ട് ഡീറ്റെയിൽസിൽ ഒരു കാര്യം ഇതിന്റെ ഓണറുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ നേരത്തെ പ്രോ ഡീറ്റെയിൽസ് ആണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഓണർ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഓണർ ഡീറ്റെയിൽസ് ഇൻഡിവിജ്വൽ ആണ്, പിന്നെ പൊസിഷനിൽ ഓൺ അല്ലെങ്കിൽ ഷെയർഡ് ആണോ, റെന്റ് ആണോ ലീസ് ആണോ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈനിങ് അതോറിറ്റി സെൽഫാണ്. ആധാർ നമ്മൾ ഓണറുടെ ആധാർ നമ്മൾ 10 ഡിജിറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ഡിജിറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ, പ്രൊസീഡിന് മുന്നേ നമുക്ക് ഒരു എറർ മാർക്ക് ഉണ്ട് അടുത്ത സെക്ഷനിലേക്ക് പോകാനുള്ളത്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുക. സോ നമ്മൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഓണർ ഡീറ്റെയിൽസ് കൃത്യമായി കൊടുക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ടത് ആധാർ നമ്പറും മൊബൈൽ നമ്പറും കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. കാരണം അതിലേക്ക് അവർക്കും ഒരു കൺഫർമേഷൻ്റെ മെസ്സേജ് പോകും. അതുകൊണ്ടാണ് അതിന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അപ്പുറത്തോട്ട് കൊടുക്കുക. ദെൻ സിറ്റിസൺ ഫൗണ്ട് നമ്മൾ പറഞ്ഞ ആൾ ഓണർ അവിടെ ഉണ്ടെന്നുള്ള അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണർ കൃത്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ക്യാഷ് മാർട്ടിൽ ഒരു ഇൻഡിവിജ്വൽ സിറ്റിസൺ ലോഗിൻ എടുത്തിട്ട് ആധാർ നമ്പർ കൊടുത്തിട്ട് ഒരു ലോഗിൻ എടുക്കണം. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അയാൾക്ക് ഇതിലൊരു നെക്സ്റ്റ് ലെവലിൽ ആൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, കൺഫർമേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഇത് കൊടുത്തു. നെക്സ്റ്റ് ഞാൻ പ്രൊസീഡ് കൊടുക്കുകയാണ്. സോ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്, ഇതിൽ ഓണർ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ പേര്, അതുപോലെ തന്നെ സൈനിങ് അതോറിറ്റി കൊടുത്തു, പേര്, അതുപോലെ തന്നെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് നമ്മൾ തൃശ്ശൂർ നമ്മൾ സെലക്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ലോക്കൽ ബോഡി, മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ ഗുരുവായൂരാണ്, ഗുരുവായൂർ അല്ലെങ്കിൽ ചവകട് നമ്മൾ കൊടുക്കുക. സോണിൽ മെയിൻ ഓഫീസ്, ഇതൊക്കെ നിങ്ങൾക്ക് സാധാരണ ഒരു ഫില്ല് ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെ കേട്ടോ, നമ്മൾ കൊടുത്തേക്കുക. പിന്നെ ഹൗസ് നെയിം, നമുക്ക് ഹൗസ് നെയിം ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ അതിൽ ഫില്ലായിട്ട് വരുന്നുണ്ട്. ലോക്കൽ പ്ലേസ് നെയിം മാൻഡറ്ററി ആവശ്യത്തിന് കൊടുത്താൽ മതി. മെയിൻ പ്ലേസ് നെയിം ഇപ്പോൾ ഞാൻ ചാവക്കാട് ഞാൻ കൊടുക്കുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് നമുക്ക് ചാവക്കാട് തന്നെ വരുന്നത്. സോ നമ്മൾ മെയിൻ പ്ലേസ് കൊടുത്തു. ഇനി പോസ്റ്റ് ഓഫീസ് നമുക്ക് വരുന്നത് പാലയൂര്, ഞാൻ പോസ്റ്റ് ഓഫീസ് കൊടുത്തു. പിൻകോഡ് വന്ന് കറക്റ്റ് ചെക്ക് ചെയ്തു. മൊബൈൽ നമ്പറും ആധാർ കാർഡും ഇതൊക്കെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് നെക്സ്റ്റ് സേവ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓണറുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൊസീഡ് കൊടുത്താൽ മതി, മുന്നോട്ട് പോവുക. പ്രൊസീഡ് കൊടുത്താൽ ഓണർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വരും. ഇനി റൂൾ വെരിഫിക്കേഷൻ ആണ്. റൂൾ വെരിഫിക്കേഷൻ ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് റൂൾ വെരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. നമ്മളെ പറയുന്ന ഡ്രോയിങ് ഫയൽ അങ്ങനെ അത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഡ്രോയിങ് ഫയൽ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വെരിഫൈ ചെയ്ത ഡ്രോയിങ് ഫയലാണ്. നമ്മളത് ജസ്റ്റ് അതിൽ എന്ത് ചെയ്തു, അറ്റാച്ച് ചെയ്ത് കൊടുത്തു, സബ്മിറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. ദെൻ നമ്മൾ റൂൾ വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നോർമൽ മോഡാണെങ്കിൽ, നമുക്ക് ഹൈബ്രിഡ് മോഡാണെങ്കിൽ റൂൾ വെരിഫിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ഇതിപ്പോൾ ഓട്ടോമാറ്റിക് മോഡായി നമുക്ക് അതിൻ്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ആക്സെപ്റ്റഡ് ആണ്. നമ്മളത് അവർ തന്നെ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ താഴേക്ക് പോവുക. റോഡ് വൈഡിങ് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇപ്പോൾ ഇതിൽ നമുക്കൊന്നും വേറെ കൊടുക്കാനില്ല. ഇതിൽ നമുക്ക് ലാൻഡിൻ്റെ വെസ്റ്റ് സൗത്ത് ഇതൊക്കെ ആരാന്നുള്ളത് കൊടുക്കണം. സോ ദെൻ നിയറസ്റ്റ് ബില്ലിംഗ് നമ്പർ, നിയറസ്റ്റ് പോസ്റ്റ് നമ്പർ, ഇത് രണ്ടും മാൻഡറ്ററി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇത് നമ്മുടെ പ്ലോട്ടിൻ്റെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വർക്ക് നടക്കുന്ന പ്ലോട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ തൊട്ടടുത്തുള്ള ബില്ലിംഗ് നമ്പർ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. പോസ്റ്റ് നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ടൈപ്പ് ഓഫ് അബട്ടിംഗ് റോഡ്, നോട്ടിഫൈഡ് ആണോ അൺനോട്ടിഫൈഡ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ നോട്ടിഫൈഡ് റോഡാണ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഫോർ കൺസ്ട്രക്ഷൻ, നമ്മളിപ്പോൾ ഒരു ഡമ്മി ആയിട്ടൊരു എമൗണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരു ഫിഗർ നമ്മൾ ജസ്റ്റ് ഒരു പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ഫിഗർ കൊടുക്കണം. ദെൻ നമ്മൾ നെക്സ്റ്റ് സേവ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൂൾ വെരിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ താഴോട്ട് പോവുക. ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി വന്ന് കിടക്കുന്നതാണ്. നമ്മളതൊന്ന് ചെയ്യേണ്ട പ്രൊസീഡ് കൊടുത്താൽ മതി. ഓക്കെ, സോ നമുക്ക് ഡ്രോയിങ്സ് ജനറേറ്റർ എന്ന് വന്നിട്ടുള്ളത്, നമുക്കിപ്പോൾ പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഡ്രോയിങ്സ് ജനറേറ്റർ എന്നുള്ളത് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഓരോന്നും നമ്മൾ ജസ്റ്റ് തുറന്നു നോക്കുക. തുറന്നു നോക്കുമ്പോൾ അവിടെ ടിക്ക് മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് വെരിഫൈ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നമ്മളെല്ലാം ഒന്ന് ടിക്ക് മാർക്ക് എനേബിൾ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് എഗ്രി എന്നുള്ള ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ അത് പ്രൊസീഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലോസ് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കുകയാണ്. പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുകയാണ്. NOC ഡീറ്റെയിൽസ് ആണത്. എവിടെയെങ്കിലും NOC ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കില്ലേ, നമുക്ക് ഇതൊന്നും ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നിന്നും NOCയുടെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, പ്രൊസീഡ് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദെൻ ഇനി വന്നിട്ടുള്ള നമുക്ക് അപ്ലിക്കേഷൻ സമ്മറിയാണ്. അപ്ലിക്കേഷൻ സമ്മറി ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക, പ്രിന്റ് അടിക്കുക, നമുക്ക് കാര്യങ്ങളൊക്കെ വയ്ക്കാം. നമ്മൾ ജസ്റ്റ് പ്രൊസീഡ് കൊടുക്കുക. ചെക്ക് ചെയ്തോണ്ട് നല്ലതാണ്, അതൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ, ഒന്നും കുഴപ്പമില്ല. ഞാനിപ്പോൾ സമയപരിമിതിയിലുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്യാത്തത്. ജസ്റ്റ് എഗ്രി കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുകയാണ്. സോ വാലിഡേറ്റ് ദ അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ലൈസൻസിയുടെ നമുക്ക് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസിയുടെ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ OTP വന്നു കഴിഞ്ഞാൽ നമുക്കത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മുന്നോട്ട് പോകാം. സോ വാലിഡേറ്റ് ദ അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്.
ലാസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ലൈസൻസിക്ക് ഒരു OTP വരും. നമ്മൾ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു OTP ലൈസൻസിക്ക് വരും. നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഗോ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഓണറുടെ ഡീറ്റെയിൽസ് വരും. അതിൽ അതുപോലെ തന്നെ സെൻഡ് കൊടുത്താൽ ഓണർക്ക് ഒരു OTP വരും. നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയല് ഓണർക്കും ആക്സസിബിൾ ആയിരിക്കും. അതിൻ്റെ പെർമിറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫീസും കാര്യങ്ങളൊക്കെ ഓണർക്ക് അവിടെ വിസിബിൾ ആയിരിക്കും. ഓണർക്ക് അത് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൈയോടെ തന്നെ എന്ത് ചെയ്യാം, പെർമിറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാത്തത് നമ്മൾ ഡമ്മി എഡിറ്റ് ചെയ്തായതുകൊണ്ടാണ്. പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റേജ് കഴിഞ്ഞ ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ വൺസ് ഒരു വീഡിയോയുടെ ആയിട്ട് നമ്മളത് ഒന്നുകൂടി സമ്മറൈസ് ചെയ്തിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആക്കി വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാലും ഇത്രയും ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളൊരു കംപ്ലീറ്റ് ഡ്രോയിങ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ വഴിയായിട്ടുള്ള പെർമിറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ അത് സിമ്പിളായിട്ട് നമുക്ക് KSmart-ലൂടെ നമുക്ക് പെർമിറ്റ് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ അർഹതപ്പെട്ട ആളുകളിലേക്ക് വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.